പോകുമ്പോൾ സ്കൂട്ടർ വഴി തലേന്ന് കുടിച്ച് സൈഡിൽ കൂടെ ഛർദ്ദിക്കുന്നു. പാൽക്കാരനും പൂക്കാരനെല്ലാം രാവിലെ മാർക്കറ്റിൽ പോകുന്നവരെല്ലാം പോകുന്നുണ്ട്. എന്താണത്? മൊബൈൽ ഛർദി എന്ന് പറയും. സ്കൂട്ടറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഛർദ്ദിക്കുന്ന നിങ്ങളെ ചെയ്തിനോ നടന്ന് നിർത്തി ഛർദ്ദിച്ചാൽ മതി. അതിന് പോലും ടൈമില്ല, വൈൻ ഷോപ്പിൽ എത്തണം. അപ്പൊ അങ്ങനെയുള്ള എന്നെയെല്ലാം പോലും ഇവിടെ കയറി വരുമ്പം ആദ്യമായി ബാക്കി പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോയത് പോയതാണ്. എയിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ ദിവസം എന്നോട് പറഞ്ഞ ഒരു വാക്ക്, ശരിயான ഇടം ശരിயான നേരം, അതിശയങ്ങൾ നടക്കുന്നവർ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കാര്യമാണ് പറഞ്ഞു. എന്നോട് നീ ഏതാ ജാതി, എനിക്ക് എത്ര ശമ്പളം, നീ ഒരു ഫുള്ളായിട്ട് കുടിക്കുവോ, ഏത് ബാറിലാ നീ കുടിക്കുന്നു, നിന്റെ ഭാര്യ പോയോ, അല്ലെ നീ ഭാര്യനെ അടിക്കലുണ്ടോ, ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല. കയറി ഇരിക്കാൻ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് മദ്യത്തിൽ നിന്ന് മാറി നിന്ന് 13 വർഷമായി. എനിക്ക് ഞെട്ടിപ്പോയി. 13 വർഷമോ കുടിക്കാതിരിക്കാൻ? ഇയാൾ എന്തല്ല, ഇയാളെ മുഖം കണ്ടാ അറിയാവുക. എന്റെ മുഖം കണ്ട പലരും പറയും യഥാർത്ഥ കുടിയനാ നിങ്ങളെ കണ്ടാ അറിയാം എന്ന് പറയും. അപ്പം അദ്ദേഹത്തിന് ഞാൻ ഒരു സംശയ ദൃഷ്ടിയോടെയാണ് നോക്കിയത്. 13 കൊല്ലം കുടിക്കാതിരിക്കാണ്. ഞാൻ മാക്സിമം എന്റെ ഡ്യൂറേഷൻ 41 ദിവസം. അത് വ്രതത്തിനു വേണ്ടി ദൈവത്തിനെല്ലാം പേടിച്ചിട്ട്. ഈ 13 കൊല്ലം എന്നെല്ലാം പറയുന്നത് വേറൊരു കാര്യം കൂടെ പറയുകയില്ല. ഏതിൽ വരുന്നതിനെക്കാട്ടി മുമ്പേ കുടിക്കൂല. ചില കാരണങ്ങൾ കൊണ്ടെല്ലാം കുടിക്കും. അത് ശാരീരിക, അല്ലെങ്കിൽ സത്യം ചെയ്യൽ, അല്ലെങ്കിൽ ചില ബോണ്ടേജ് കൊണ്ട് 2 വർഷം വരെ ഞാൻ കുടിക്കാതിരുന്നിട്ടുണ്ട്. എന്റെ കാരണം കൂടെ പറഞ്ഞുതരാം. 2000-ലോ 2005-ലോ എന്തോ കുറെ കടം കയറിയിട്ട് എൻ്റെ ഭാര്യയുടെ അച്ഛൻ ഫ്രഷ് നോട്ട്സ്, അന്നേരമാണ് 500-ന്റെ നോട്ട് വരുന്നത്. അയാൾ കെട്ടുകെട്ടായിട്ട് കൊണ്ടുവന്ന് എല്ലാ കടക്കാരെയും വിളിച്ച് തീർത്തു. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഒരാളും നിങ്ങൾ കട ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അതായത് അയാളെ മോളടുത്ത്, എൻ്റെ ഭാര്യൻ്റെ അടുത്ത് വരരുത്, ആ രീതിയിൽ ഞാൻ തീർത്തിട്ട് പോവാണ്, ഇനി നിങ്ങൾ കടവും വാങ്ങരുത്, കുടിക്കരുതെന്ന് പറഞ്ഞില്ല. കാരണം അദ്ദേഹം കുടിക്കുന്ന ആളായിരുന്നു. പക്ഷെ അദ്ദേഹം നിർത്തി. എന്നോട് കുടിക്കരുതെന്ന് പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ കുടികൊണ്ട് വന്ന ഈ പ്രശ്നങ്ങൾ, കുടി കാരണമാണ് ഇനിയും പ്രശ്നങ്ങൾ വരുള്ളൂ, അതുകൊണ്ട് കുടിക്കരുത് എന്നുള്ള രീതിയിൽ ഞാനും തീരുമാനമെടുത്ത് 2 കൊല്ലം കുടിക്കാതിരുന്നു. പക്ഷെ ഈ 2 കൊല്ലവും അറിയില്ല. ഞാൻ ഇതിൽ പറയില്ല കുടിക്കാതെ കുടിയനായിട്ട്. കുടിക്കുന്ന പാർട്ടികളിൽ പോവും, കുടിക്കുന്ന കാര്യങ്ങൾ ഏർപ്പെടുത്തും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കും. അതാ പറയാ, ഈ ആസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കലല്ല, ഇരുന്ന് കുടിക്കലല്ല. ഇരുന്ന് ഇപ്പൊ കുടിച്ചാൽ എന്ത് കുടിക്കും? ഒരു ഫുള്ള് കുടിക്കും, അല്ലെ 2 ഫുള്ള് തന്നെ കുടിക്കും, പിന്നെ തീർന്നു, പിന്നെ സൈഡായി. പിന്നെയാണ് പ്രശ്നം. കുടിക്കുമ്പോൾ ഉള്ളതല്ല പ്രശ്നം, കുടിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഒരു ആൽക്കഹോളിസം, അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിക്കിനെ കുറിച്ചുള്ള എല്ലാ പ്രശ്നവും. കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, കുടിക്കാൻ കിട്ടേണ്ട പ്രശ്നമുള്ളൂ. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൽക്കഹോളിസം ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. എന്റെ ബിഹേവിയർ മാറും, കളവ് പറയാൻ തുടങ്ങും, ആക്രോശിക്കും. എന്നെ ഞാൻ തന്നെ, ഇപ്പൊ വന്നതിന് ശേഷം ഞാൻ തന്നെ എൻ്റെ സെൽഫ് പിറ്റിയിലേക്ക് പോവും. ഇങ്ങനെയുള്ള ഇതിലേക്കെല്ലാം പോകുന്ന ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട്, അതായത് അതിനു മുമ്പ് 8 പ്രാവശ്യം ശബരിമല, 4 സൈക്കാട്രിക് ഡോക്ടർ, എല്ലാ പരിപാടിയും നോക്കി നിർത്താൻ പറ്റാത്ത കാര്യം, ആ ഒരാള്, അയാൾ ആരാന്നേ എനിക്കറിയില്ല. അയാൾ തന്നെയാണ് ദൈവം. ഇന്നും അയാൾ ഉണ്ട്. അയാൾ ഇന്ന് 31 വർഷം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും ഓട്ടോമാറ്റിക്കലി ഒരു 18 വർഷം. പക്ഷേ എൻ്റെ ഏലുള്ള പ്രവേശനം 13 വർഷം അയാളെ, പിന്നെ അയാളെ തോപ്പിക്കലായിരുന്നു എൻ്റെ പണി. കിട്ടി, കുടി നിർത്തി, പിന്നെ ഞാൻ അയാളുമായിട്ടായിരുന്നു ഫൈറ്റ് കംപ്ലീറ്റ്. അയാളെ പഠിപ്പിക്കലായിരുന്നു എൻ്റെ പണി. പാവം മനുഷ്യൻ എത്രയോ സാഹചര്യങ്ങളിൽ എന്നോട് ക്ഷമിച്ചും പൊറുത്തും സ്നേഹിച്ചും, ഈ വാ മോനെ, നിന്നെക്കാട്ടി വലിയ വലിയ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ച ആളാ. എനിക്ക് ഈ സമാനതയുടെ ഇത് പറയുമ്പോൾ ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ഒരു കാര്യം, ഞാനിവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ചിന്ത, ഈ പ്രജുഡീഷ്യൽ, ഇപ്പോൾ നമ്മളെ അലക്സ് പറഞ്ഞ പോലെ, എന്റെ ചിന്ത എന്താണെന്നറിയോ? ലോകത്തിലെ ഏറ്റവും പലരും പറയും
ഞാൻ ഭയങ്കര കുടിയനാണ്, ഞാൻ ചെയ്തതിന്റെ 10 മടങ്ങ് ചെയ്തിട്ട് അടിതട്ടി എല്ലാം കീറി കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഇന്ന് നന്നായി ജീവിക്കുന്ന ആൾക്കാരാണ് അധികം കണ്ടത്. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, എൻ്റെ ഭാര്യ വിട്ടുപോയിട്ടില്ലായിരുന്നു, എനിക്ക് 2 മക്കളുണ്ടായിരുന്നു, കടം ഉണ്ടായിരുന്നു, ആവശ്യത്തിൽ കൂടുതൽ കടവും ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഉണ്ടായാലും എനിക്കത് തീർക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസവും പ്രതീക്ഷയും കൊടുത്തത് ഏല് വന്നേ. അതുവരെ എന്നെ പേടിപ്പിക്കുമായിരുന്നു ആൾക്കാർ. കുടിക്കുന്ന ആൾക്കാർ തന്നെ, എൻ്റെ കൂടെയുള്ള ആൾക്കാർ പലപ്പോഴും ഈ തമിഴ്നാട്ടിലായതുകൊണ്ട് ഈ പെൺകുട്ടികളെ ഭയങ്കര അതായത് സ്ത്രീധനം കൊടുക്കണം, നീ നല്ലോണം പൊന്നെല്ലാം വാങ്ങി ഒന്ന് കല്യാണം കഴിച്ചു കൊണ്ടാന്നുള്ള പൊന്നെല്ലാം ഇവിടെ കാര്യമാക്കി ഈ 2 പെൺകുട്ടികളെ എങ്ങനെയാണ് നീ കല്യാണം കഴിച്ചു കൊടുക്കുക. അത് പറയുമ്പോൾ ഉള്ളിലൊരു കാളല, രക്ഷോനെ ഇന്നെല്ലാം പഠിപ്പിച്ച് എല്ലാം ഇതാക്കി അന്നേരം അവർക്ക് ജോലി കിട്ടുന്നോ അല്ലെങ്കിൽ അവര് സ്വന്തം കാലിൽ നിൽക്കുമെന്നൊന്നും. ഈ മദ്യപാനാസക്ത രോഗിയായി ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ഇന്ന് വളരെ സങ്കടത്തോടെ നിങ്ങളുടെ മുമ്പിൽ. എൻ്റെ മക്കൾ നല്ല വെളുത്തിട്ടാണ്, അവരാരെയും കൂടെ ഒളിച്ചോടി പോകുമെന്ന് പറഞ്ഞ തന്തയാണ്. അപ്പൊ അത്രത്തോളം അധപ്പതനം എന്റെ മദ്യപാനം കാരണം വന്നു. പക്ഷേ ഇവിടെ പറയുന്ന ഒരു വേർഡ് ഉണ്ട്, ഹോപ്പ് ഫോർ ഹോപ്പ്ലെസ്. ഒരു പ്രതീക്ഷയില്ല ഇനി രക്ഷപ്പെടാൻ പറ്റും. എൻ്റെ ഭാര്യയുടെ ഛായയിൽ ഏലെ പ്രോഗ്രാമിന് ഫസ്റ്റ് കിട്ടിയ ദിവസം ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്ന് മരണം മുമ്പിൽ കണ്ട് ഒരാഴ്ച ട്രീറ്റ്മെന്റ് സെന്റർ പോയി തിരിച്ചു വന്ന ഞാൻ ആദ്യത്തെ മീറ്റിങ്ങിന് പോകുമ്പോൾ ചോദിച്ച ചോദ്യമാണ്, ഇപ്പൊ ഞാൻ കുടിക്കുന്നില്ല പിന്നെ എന്തിനാ മീറ്റിംഗ്? അല്ലാതെ അയ്യോ ഉണ്ട്, ഞാൻ ഇനി കുടിക്കൂല, ഞാൻ കുടിക്കാതിരിക്കാൻ നിരന്തരം ഞാൻ പോകുമ്പോൾ. ഞാൻ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു കംപ്ലീറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ കുടിക്കുന്നില്ല. അപ്പൊ തന്നെയാണ് ഇവിടെ ഏല് പറഞ്ഞു തന്ന ഒരാള്, നീ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നിർത്തി എന്ന് പറഞ്ഞാൽ അതെപ്പോ വേണമെങ്കിലും തുടങ്ങാനുള്ള ഒരു സാധ്യതയാണ്. ഇത് മാറ്റി വെച്ചു, അതവിടെ തന്നെ ഉണ്ട്, ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. ആ രീതിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പം വളരെ ഈസി ആയിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് ഒരു LKG സ്റ്റുഡൻറ്റിനെ പോയ ആദ്യമായ ആ കാല് വെച്ച ആ സ്ഥലം എനിക്ക് തന്നത് ജീവിതത്തിലെ പ്രതീക്ഷയും എനിക്കുള്ള ഒരു വിശ്വാസമായിരുന്നു. അത് നമ്മളെ ബില്ലിന്റെ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടു, ഞാൻ അനുഭവിച്ചു, ഞാൻ വിശ്വസിച്ചു. അത് ഇംഗ്ലീഷിൽ പറയാ എയിം ടു ബിലീവ്. ഇതൊരു 3 സ്റ്റേജായിട്ടാണ് പറയുന്നത്. അതായത് ഞാൻ ഒരു മദ്യാസക്ത രോഗിയാണ്, മദ്യത്തിനെ പോലും തൊട്ടറിഞ്ഞ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ മറ്റേതാണോ ഭയങ്കര ഇത് ചെയ്യുന്ന ആളാണ്. പിന്നെയാണ് മദ്യം നിർത്താൻ വേണ്ടി വന്ന സ്ഥലത്ത് എൻ്റെ സംശയങ്ങളും ഇതുമെല്ലാം. അതുകൊണ്ട് തന്നെ പറയാം, പുതുമക്കാരായി വരുന്നവർക്ക് പല സംശയങ്ങളുണ്ടാവും. ആദ്യം ചോദിക്കുന്ന സംശയം, ഇതിന് എത്ര പൈസ വേണ്ടി വരും? ഒന്ന്. രണ്ടാമത്തെ, നിങ്ങൾ ഇത്ര കാലം നിർത്തി എന്നുള്ളതിന് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിക്കും. അതായത് ഈ 13, 19 എന്നുള്ള അങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം സത്യമാണോ? ആ ഒരു ചിന്തയുണ്ട്. കാരണം എന്നെ കൊണ്ട് ഒരു 10 മിനിറ്റ് കുടി മാറ്റി നിർത്താൻ പറ്റുന്നില്ല. അങ്ങനത്തെ അടുത്താണ് 13 വർഷം എന്നെല്ലാം പറയുമ്പം എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ വിശ്വാസം ഊർജിതമാക്കാൻ അതിനുവേണ്ടി കുറെ പാടുപെടേണ്ടവരുണ്ട്. അത് ഞാനെല്ലാം മാന്ത്രികമായി എന്തെങ്കിലും മാറ്റമുണ്ടാക്കാനോ അല്ലെങ്കിൽ ഞാൻ ഈ ആത്മീയ പുരോഗതി അത് ഉണ്ടാക്കാനൊന്നും ഏല് വന്ന ആളല്ല. എനിക്ക് ഭൗതിക പുരോഗതി മാത്രമായിരുന്നു. അതായത് ഞാൻ ഏല് വന്ന് കുടി നിർത്തണം, നിർത്തിയ കുടി നിലനിർത്തി കൊണ്ടുപോകണം. കാരണം ഒന്ന്, ഞാൻ മരിച്ചു പോകുന്നുള്ളത് നല്ല ഉറപ്പായിരുന്നു. ശാരീരിക സാമ്പത്തിക സ്ഥിതിയെല്ലാം വീണ്ടും ഒരു കുടിയിലേക്ക് പോയാൽ. രണ്ടാമത്തേത്, ഇവിടെ കുടിക്കാതെ ഒരു സന്തോഷമുണ്ട്, ഒരു ആംബിയൻസ് ഉണ്ട്, അത് ഞാൻ നിലനിർത്തിക്കൊണ്ട് പോകണം. മൂന്നാമത്തേത്, ഞാൻ കോടീശ്വരനാണ്, എന്നിട്ട് ഈ നേരത്തെ കഷ്ടപ്പെടുത്തിയ കൂട്ടർ എനിക്ക് കടം തന്നവര് അവരെല്ലാം ഞാൻ റിവഞ്ച് എടുക്കണം എന്ന് പറഞ്ഞിട്ട് എയിലേക്ക് വന്ന ആള്. ഇത് ഞാൻ മനസ്സിൽ വിചാരിക്കുക മാത്രമല്ല, ഇതെന്റെ സീനിയറോട് ഓപ്പണായിട്ട് പറഞ്ഞ പൊട്ടനാണ്. അത് 6 മാസം കഴിഞ്ഞിട്ട് ഞാനൊരു സീനിയർ മെമ്പർ ചെന്നൈയിൽ നിന്ന് ഒരു ആനിവേഴ്സറിക്ക് വന്നപ്പോൾ അയാളോട് ചോദിച്ചു, എല്ലാ സാറ് മീറ്റിങ്ങിന് വരാൻ പറയുന്നുണ്ട്, ഞങ്ങളും വരുന്നുണ്ട്. അന്നേരം ഞങ്ങളും നിങ്ങളും ഇപ്പോഴാണ് നമ്മൾ ഒന്നായത്. നേരത്തെ അവർ ഇവർ
ഞാൻ തനിയെ ആളാണ്. ഇവരെല്ലാം ഈ സീനിയേഴ്സ്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ചെയ്യുന്ന കൂട്ടർ, ഈ ബിഗ് ബുക്ക് വായിക്കുന്ന കൂട്ടർ, പഠികൾ ചെയ്യുന്ന കൂട്ടർ, അല്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസർ എടുത്തിട്ട് അവരെ കൂടെ അയാളെ പറയുന്ന കേൾക്കുന്നവർ, ഇവരെല്ലാം എനിക്ക് അന്യരാണ്. അവരെല്ലാം വേറെ കാറ്റഗറി. ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്നെല്ലാം പറഞ്ഞ പോലെ, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പഠിക്കുന്ന നല്ല കുട്ടികൾ ഫ്രണ്ട് ബെഞ്ചിലുണ്ടാവും, അതിന്റെ നടുവിലൊരു ഗ്രൂപ്പ് ഉണ്ടാവും, പഠിക്കും, പാസ്സാവും, പക്ഷെ എക്സ്പേർട്ട് ആയിരിക്കില്ല, ആവറേജ്. ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറിയിൽ ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ടാവും, തോറ്റി പഠിക്കുന്ന. ഞാൻ അവരെ കൂടെ ചേരാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ എൻ്റെ വീട്ടിന്റെ സമ്മർദ്ദം കാരണം, അതായത് എൻ്റെ അച്ഛനമ്മ കുടുംബസ്ഥിതിയിൽ പാസ്സാകണം എന്നുള്ള ഒരു ഇത്, അതിന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ചീത്ത കാര്യങ്ങൾ എന്നെ പഠിപ്പിലേക്ക് ഊന്നൽ കൊടുക്കാൻ പറ്റുന്നില്ല. അത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ കുടിയനെല്ലാം ആയതിന്റെ, അതായത് മദ്യപാനെല്ലാം എടുക്കാൻ തന്നെ കാരണം എൻ്റെ ചേർക്ക് ശരിയില്ല എന്നുള്ളത്. അതായത് ഞാൻ തന്നെയാ, എന്നെ ആരും വിളിച്ചു കൊണ്ടുപോയെന്നല്ല, ആരും വായിലേക്ക് ഒഴിച്ചതൊന്നല്ല. ആദ്യത്തെ കുടി കുടിച്ചപ്പോ തന്നെ ഞങ്ങൾ 3 പേര് സുഹൃത്തുക്കള്, ഞാനാ ഛർദ്ദിച്ചത്, ബാക്കി 2 പേരും നന്നായിട്ട് നിന്നിരുന്നു. അപ്പോൾ തന്നെ വേണ്ടാന്ന് ദൈവം കാണിച്ചിട്ടുണ്ട്. കേൾക്കുവോ? എവിടെ കേൾക്കാം? അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വരും. അപ്പം ഈ വിശ്വാസത്തിന്റെ ഈ കാര്യം നമ്മൾ ഈ എന്താ പറയാ, പടം പിടിച്ച് കാണിക്കുന്നൊന്നുമില്ല. ലിവിങ് എക്സാമ്പിൾസ്. നമ്മളിപ്പം പടം പിടിച്ച് കാണിക്കുന്ന പോലെ തന്നെയാണ്. അതായത് ലോകത്തിലെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഞാൻ പറയുന്നത് നിങ്ങളും കേൾക്കുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാനും പറയുന്നു. ഞാൻ പറയുന്നത് ഇയാൾ പാലിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിങ്ങളും അതെന്തെങ്കിലും ചില കൂട്ടെല്ലാം പറയും. എന്നോട് ഇന്ന് രാവിലെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ ഉച്ചരിക്കുന്ന ചില ഇതൊന്നും ശരിക്കും മനസ്സിലാകുന്നില്ല. ഞാനത് നല്ല രീതിയിലായിരുന്നു. കാരണം എൻ്റെ ഈ പല്ല് പോയാൽ തൊല്ലു പോകുന്ന പറയും. കുറെ പല്ലെല്ലാം പൊട്ടിപ്പോയിട്ട് ഇപ്പം വളരെ വാർദ്ധക്യത്തിന്റെ ലെവലിലാണ്. അപ്പൊ ഞാൻ ഈ റെക്കോർഡ് ഇതെല്ലാം ചിലപ്പോൾ എൻ്റെ തന്നെ കേൾക്കാൻ വരുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ഒരുമാതിരി ഈ എന്താ പറയാ, ചിരട്ട കല്ലുമണിക്ക് വരക്കുന്ന പോലത്തെ എന്ന് പറഞ്ഞ ഒരു പരപര സൗണ്ടും, എന്റെ സൗണ്ട് ഞാൻ ഇപ്പം പറയുമ്പോൾ നല്ലതുപോലെ തോന്നുന്നു. അതായത് ഞാൻ യേശുദാസിന്റെ കൂടെ പാട്ട് പാടിയാണ് ബാത്റൂമിൽ. അപ്പം ഇങ്ങനത്തെ രീതിയിലുള്ള എനിക്ക് ഞാൻ ചെയ്യുന്നതും ഞാൻ പറയുന്നതും എല്ലാം വലിയ കാര്യമായിട്ടേ തോന്നുള്ളൂ. ആ കോൺഫിഡൻസ് തന്നതും പറയടാ, ഇവിടെ ആരും വലിയ പഠിച്ചിട്ടൊന്നും വന്ന ആൾക്കാരല്ല, നല്ലോണം കുടിച്ചു വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആളെ കിട്ടാത്തപ്പോ രാമേട്ടനെ പോലത്തെ ആൾക്കാർ ഈ ഹോട്ടൽ കടയിൽ ഉപ്മാവ് എന്ന് പറഞ്ഞ പോലെ സുരേഷിനെയും വിളിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാ പറഞ്ഞു, ഇപ്പൊ ഒരു ഫിസിക്കൽ മീറ്റിംഗ് പോയി വന്ന ആളാണ്. ഫിസിക്കൽ മീറ്റിംഗ് പോയി വന്ന എനിക്ക് ഇന്നത്തെ റിക്കവർക്ക് കുടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോട് അടി ചെയ്യാതിരിക്കാൻ ആ ഒരു ഫിസിക്കൽ മീറ്റിംഗ് മതി. അല്ലെങ്കിൽ രാവിലെ മുതൽ ഞാൻ ഓൺലൈൻ മീറ്റിംഗിലുള്ളതാണ്. നാളെയും ഒരു ഓൺലൈൻ മീറ്റിംഗിന്റെ ഒരു ആനിവേഴ്സറിക്ക് പങ്കെടുക്കുക. ഇതെല്ലാം ഞാനൊരു ഇതായിട്ട് പറയാം. ഇതൊന്നും എൻ്റെ സുബോധത്തിന് മതിയായത് തന്നെയാണ്. പക്ഷെ എന്തിനാ പിന്നെയും ഈ എഫേർട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ എന്ത് എഫേർട്ട് എടുത്താലും അതിന്റെ നല്ലതും ചീത്തയെല്ലാം എനിക്ക് തന്നെയാ ബാധിക്കും. ഇവിടെ ഇപ്പൊ 40 പേരോ 45 പേരോ ഉണ്ട്. ഈ 45 പേര് ഞാൻ പറയുന്നത് കേട്ടിട്ടൊന്നും നന്നാകാൻ പോകുന്നില്ല എന്നുള്ള പൂർണ്ണ ധാരണ എനിക്ക് നന്നായിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ പഴമക്കാർ ഒരു വാക്ക് നന്നായി പറഞ്ഞു വെച്ചിട്ടാണ് പോയിരിക്കുന്നത്, വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൻ ആൽക്കഹോളിക്. ഇന്ന് ഈ പിന്നെ ഈ ഇതിൽ വന്നിട്ട് നീക്ക് എന്താ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതായത് സ്പിരിച്വൽ മെലഡി എന്ന് പറയും, ആത്മീയ കുറയ്പാട്, അങ്ങനത്തെ ഒരാളാണ്. അതായത് ഭ്രാന്തിന്റെ ലക്ഷണം തന്നെയാണ് ഈ ആത്മീയ കുറപാട് എന്നെല്ലാം പറയുന്നത്. അതാണ് എൻ്റെ രോഗത്തിന്റെ ലക്ഷണം. അതല്ലേ പറഞ്ഞത്, 8 മണിക്ക് തുറക്കുന്ന ബാറിന് 4 മണിക്ക് പുലർച്ചെ ഭാര്യയും മക്കളും എണീക്കുമ്പോൾ ഞാൻ വണ്ടിയെടുത്ത് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് മെന്റൽ തന്നെയാണ്. 8 മണിക്ക് റേഷൻ കട തുറക്കുന്നുണ്ടെങ്കിൽ ഒരു 7:30 7:45 പോകുന്നു. ഈ കുടിക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു ബിഗ് ബുക്കിൽ ഇടുന്ന ഒരു വാക്കുണ്ട്, അത് നമ്മളൊരു സീനിയർ സ്പഷ്ടമായിട്ട് പറയും. പ്രഭാതത്തിന് മുമ്പുള്ള ഒരു കുരാക്കൂരിരുട്ട് പേടിപ്പിക്കും. ആ കുരാക്കൂരിരുട്ടിലാണ് ഞാൻ മദ്യം തേടി പോകുന്നത്. ആ തേടിപ്പോയ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ കൂടെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക്കെല്ലാം അവതരിപ്പിക്കുമ്പോൾ അത് ഒന്നിനും കുറവേ അല്ല. അപ്പം ഈ വിശ്വാസം എനിക്ക് രാമേട്ടൻ തന്നെ പേര് പറയുന്നത് തെറ്റില്ല, ആ ഒരു ഇത് തന്നത്. എനിക്ക് വിശ്വാസം തന്നെ, പൂർണ്ണ വിശ്വാസം.
അതിൽ ഒരു ഡൗട്ടും ഇല്ല. അത് വർഷങ്ങൾ കൂടെ കഴിഞ്ഞത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെക്കാട്ടിയും വർഷം മുമ്പേ പോയ എൻ്റെ സീനിയേഴ്സിന്റെ അനുഭവം കൊണ്ടായിരിക്കാം. ഞാൻ ഇന്ന് പൂർണ്ണമായും എനെ വിശ്വസിക്കുന്നുണ്ട്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ ഏല് വന്നിട്ട് 10 കൊല്ലത്തോളം ഞാൻ വിശ്വാസമുണ്ട്, എനിക്കിത് ആവശ്യമെന്നുള്ള വിശ്വാസമുണ്ട്, പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതിൽ എന്തോ നടക്കുന്നു എന്നുള്ളത് ഞാൻ ഉണരുന്നുണ്ട്. പക്ഷേ അതിലത് മുഴുവനായിട്ട് അങ്ങോട്ടേക്ക് ഈടുപാട് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അത് പറയും, വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറമെ ഇങ്ങനെ കണ്ണു മൂടിയിട്ട് ഇങ്ങനെ കൈ മേലോട്ട് തൂക്കിയിട്ട് ഇങ്ങനെ പടച്ചോനെ ദൈവമേ അള്ളാന്നൊന്നും വിളിക്കുന്നതല്ല വിശ്വാസം. വിശ്വാസത്തിന്റെ യഥാർത്ഥ ഇത് ആ മനസ്സിന്റെ ഉള്ളിൽ നിന്ന്, ആ ചിന്തകളിൽ ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പറയാ, ഈ വിശ്വാസത്തിന്റെ പ്രതിരൂപമായിട്ട് നമുക്ക് നടക്കുന്നുള്ളതിനുള്ള ഒരിതാണ് നന്ദി പറയുന്നത്. അതായത് ഇപ്പം ഞാൻ ഒരു ഇതെല്ലാം ഞാൻ പിറന്നു, കുറച്ചു കാലം കഴിഞ്ഞ് വളർന്നു. എൻ്റെ അമ്മ ഇതാടെ അച്ഛൻ, ഇയാളാണ് അച്ഛൻ, അമ്മ പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു, അയാളെ അച്ഛൻ അച്ഛന്ന് വിളിക്കുന്നു. പിന്നെ അച്ഛനല്ല മറ്റേതുള്ള DNA ടെസ്റ്റ് വേണം എനിക്ക് ചോദിക്കുന്നുണ്ട്, ഇല്ല. അതായത് അതെല്ലാം വേറുള്ള സില്ലിയായിട്ടുള്ള ഇതിലേക്ക് എടുക്കണ്ട. അതായത് വിശ്വാസത്തിന്റെ ഒരു ഇതാ പറയുന്നത്. അതേപോലെ എവിടെയും ഒന്നും സംഭവിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്നെ കൊണ്ട് എന്നാൽ ചെയ്യാതെ ശ്രമിച്ചിട്ടും പറ്റാതിരുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിൽ വന്നപ്പം നിങ്ങളുടെ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും കേട്ടിട്ട് എന്നെ കൊണ്ട് മാറ്റി നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദികളായ, അതായത് ട്രീറ്റ്മെന്റ് സെന്റർ പോയപ്പം ഒരാഴ്ച കൊണ്ട് ഡീടോക്സിക്കേഷൻ കഴിഞ്ഞ് എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ മരിച്ചു പോകുന്നുള്ള വിചാരിച്ച ആള് വീണ്ടും ഒരു പുനർജന്മം കിട്ടിയപ്പോൾ ഒരു പുത്തുണർവ്, നല്ലോണം ഒരു ഇഡ്ഡലി 2 ഇഡ്ഡലിയായി, നല്ലോണം ചോറ് കഴിക്കാനെല്ലാം തുടങ്ങി. അപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പ്രോഗ്രാമിലേക്ക്, പ്രോഗ്രാം നന്നായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അവർ പോയി പ്രാർത്ഥിക്കാനിരിക്കാൻ പറഞ്ഞു. എല്ലാ മതസ്ഥരും ഉണ്ട് ആ ട്രീറ്റ്മെന്റ് സെന്റർ. അപ്പൊ എനിക്ക് ഈ സംഗതി ടെമ്പററി ഇവിടുന്ന് ഓടിപ്പോയിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കുടിക്കണം. അതാണ് എൻ്റെ ഉള്ളിൽ. ട്രീറ്റ്മെന്റ് സെന്ററിന്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം PWD എഞ്ചിനീയറാണ്, ഞാനും ഡിസ്കസ് ചെയ്യാം. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ പറയുന്നു, കണ്ണൂർ സൈഡ് നല്ല മധുര കള്ള് കിട്ടും, നിങ്ങൾ വന്നാൽ മതി. ട്രീറ്റ്മെന്റ് സെന്ററിൽ വന്നിട്ടാണ് ഡിസ്കഷൻ. അപ്പൊ ഞാൻ ആ രീതിയില്ല, പുറമെ ഭയങ്കര ഇതെല്ലായിരിക്കും. ഞാൻ ഇനി മദ്യപിക്കൂല, എൻ്റെ മക്കളാണ് സത്യം, ഞാൻ ഇനി ആ പ്രതിജ്ഞയെല്ലാം എടുത്തിട്ട് ആൾക്കാർ ഞെട്ടിപ്പോവും, അങ്ങനത്തെ പ്രതിജ്ഞ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മദ്യത്തോടുള്ള ഇത് എനിക്ക് എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ പറയാ, വൺസ് ആൻ ആൽക്കഹോളിക് ആൽവേസ് ആൻ ആൽക്കഹോളിക്കിന് ചെറിയൊരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ ഈ രാവിലെ വാക്കിങ്ങിന് പോകും. വാക്കിങ്ങിന് പോകുമ്പോൾ ആ പാർക്കിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ മദ്യക്കുപ്പി രാത്രിയെല്ലാം കഴിച്ചിട്ട്, അതൊരു ബീച്ച് സൈഡ് ഇപ്പോഴുള്ള സ്ഥലം, അവിടെ ഇട്ടിട്ടുണ്ടാവും. അത് ഞാൻ കാലുകൊണ്ട് തട്ടി നോക്കിയിട്ട് ഏതാ ബ്രാൻഡിൽ നിന്ന് ഉറപ്പ് വരുത്തിയിട്ട് അടുത്ത റൗണ്ട് ഞാൻ വാക്കിങ്ങിന് പോയി. അത്രത്തോളം മദ്യത്തോടുള്ള ഈ ബാറിൽ, മറ്റേ ഇപ്പൊ ഒരു അമേരിക്കയെല്ലാം പോകാൻ തുടങ്ങിയപ്പം എല്ലായിടത്ത് പോയാലും, നമ്മളൊരു സുഹൃത്ത് ഓൺലൈനിൽ കയറുന്ന ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു, ഈ എയർപോർട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ ഈ സാധനം കടല് പോലെയാ കിടക്കുന്നത്. ചായക്കടയും മറ്റേതൊന്നും കാപ്പിക്കടയൊന്നും അത്ര ഉണ്ടാവില്ല. ഇത് അപ്പം ആൾക്കാർ, പക്ഷേ ആരും കുടിച്ച് കൂത്താടുന്നത് കാണുന്നില്ല. അപ്പൊ എന്താ എന്റെ ഇത്, അവര് പോലീസ് പിടിക്കുന്നതാണോ, അല്ലെങ്കിൽ സത്യമായിട്ടും പറയാൻ ഞാനെല്ലാം ആ ഒരു അവസരം ഇപ്പൊ ഈ പോയ ജേണിയിലെല്ലാം ഞാൻ കുടിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പൊ കുടിക്കുന്ന ഇതുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്ലൈറ്റ് എല്ലാം മിസ് ചെയ്യും. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, അമേരിക്കയിൽ പോകുമ്പോൾ നിങ്ങൾ ഈ മറ്റേ പെണ്ണുങ്ങൾ ഉന്തിക്കൊണ്ടിരുന്ന ആ വണ്ടിയിൽ കുറച്ച് ഇങ്ങനെ, ആദ്യം ഒരു ജ്യൂസ് തന്നപ്പോ ഭാര്യ കുടിച്ചു നോക്കിയിട്ടാ എനിക്ക് തന്ന, അവർക്ക് അത്രത്തോളം ഡൗട്ടായിരുന്നു. കാരണം ഇത് അറിയാതെ കുടിച്ചു പോയിട്ട് കുറച്ച് പിന്നെ കുടിക്കാമല്ലോ എനിക്ക്. അപ്പൊ ബോസ് ആളാണെങ്കിൽ അവിടെ എൻ്റെ മോളെ ഭർത്താവ്, അവനാണ് ടീറ്റോട്ടലാണ്. അപ്പൊ അതുകൊണ്ട് ഇയാൾ ഇതെല്ലാം ചെയ്യുന്നുള്ള പേടിയിൽ അവർ പറഞ്ഞു, മദ്യപിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത് പുറത്തിടുന്നതാവും.
അതുകൊണ്ട് തന്നെ ആ പേടിയും അവരോടെ സംരക്ഷണ വലയത്തിലെല്ലാം ഉള്ളതുകൊണ്ട് ഞാനെല്ലാം രക്ഷപ്പെട്ടു പോകുന്നതാണ്. അല്ലാണ്ട് എനിക്ക് മദ്യാസക്തി മദ്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയും, ഈ ക്രിക്കറ്റ് പ്ലേയേഴ്സ് അടിച്ചിരുന്ന ഈ ഷാമ്പയിൻ അതെനിക്ക് കുടിക്കാൻ പറ്റില്ല. എന്നപ്പോ എന്റെ ഭാര്യ പറയും, "like, ഏറ്റവും മോശമായ ചാരായം എല്ലാം കുടിച്ചു കഴിഞ്ഞ് എന്നിട്ട് അത് വേറെ കുടിക്കണം നിങ്ങള്." അപ്പം ഈ മദ്യത്തിനെ കുറിച്ചുള്ള ഒരു ധാരണ എല്ലാം അബദ്ധ ധാരണയായിരുന്നു. ഇത് കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം ഞാൻ വലിയ ഹീറോ ആവും, മറ്റേതാവുന്നെല്ലാം ഇതിനു വേണ്ടി തന്നെ. അതാ പറഞ്ഞ നേരത്തെ അങ്ങനത്തെ ഒരു വിശ്വാസമായിരുന്നു. മദ്യമാണ് ഒരാണുങ്ങള് ഒരാണാണെങ്കിൽ മദ്യപിക്കണം, പുരുഷ ലക്ഷണം, മറ്റേ നല്ല പറഞ്ഞ പോലെ ഒരു കൺസെപ്റ്റ് എന്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് അവസാനം എന്റെ മരണത്തിൽ തന്നെ എത്തിക്കുന്നവർക്ക് ആ പേടി കൊണ്ട് വിട്ടതാ. അല്ലെ മദ്യം കുടിക്കാനുള്ള വിഷമം കൊണ്ടൊന്നും വിട്ടതല്ല. ഒന്ന്, ശാരീരികമായി ഒട്ടുന്നില്ല, രണ്ട്, സാമ്പത്തികമായി ഞാൻ വളരെ പിന്നോട്ട് നിന്ന് അങ്ങനെ. അപ്പം ഇവിടെ ഈ പറഞ്ഞ പോലെ എന്റെ അച്ഛനെ അമ്മ കാണിച്ചു തരുന്ന ആൾ അച്ഛൻ എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വിച്ച് ഇട്ടാലും ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ, അതാ പറഞ്ഞു നേരത്തെ ഉള്ള ഈ ചോദ്യങ്ങള്, സംശയങ്ങള്, കോഴിയാണോ മുമ്പേ മുട്ടയാണോ മുമ്പേ, ഇതെല്ലാം ഒരു ആൽക്കഹോളിക്കിന്റെ ചോദ്യമാണ്. ഈ ചോദ്യത്തിനെല്ലാം ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്നെ തന്നെ ഞാൻ വിഡ്ഢിയാക്കുന്ന ഒരു പ്രവണത എനിക്കുണ്ടായിരുന്നു. ഞാൻ തന്നെ ചോദ്യം ചോദിക്കും, അതിന് ഉത്തരേ ഉണ്ടാവില്ല. അതാ പറഞ്ഞു ബില്ലിനും ബോബിനും ആരാ സ്പോൺസർ, ഈ പണികൾ ചെയ്താൽ കുടിക്കാതിരിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ആരാ പറഞ്ഞു തന്ന്, നിങ്ങൾ ഇപ്പം കിട്ടിയാ കുടിച്ചാ നിങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്ത് കുടിക്കാൻ പറ്റും. വേണ്ടാത്ത അനാവശ്യമായ ചോദ്യം. അതായത് ഈ വിശ്വാസം ഉറച്ച വിശ്വാസം അല്ലാത്തത് കൊണ്ട് അത് എപ്പെങ്കിലും ഒരു നാൾ ഉടച്ചു പൊട്ടിച്ചിട്ട് മറ്റേലേക്ക് തന്നെ പോകാനുള്ള ഒരു മനസ്സ്. ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഒരു അതിന് തൂത്തുക്കുടിയിൽ ഇപ്പം ഇടയില് ഒരു 5 കൊല്ലത്തോളം സോബറായ ഒരാള് വളരെ സങ്കടത്തോടെ ചോദിച്ചു തന്നത്, സാർ നമ്മ സാധാരണ മനുഷ്യന്മാരെ ആവും മുടിയാതാ. ഞാൻ ചോദിച്ചു, 2 പെഗടിക്കാൻ ആഗ്രഹമുണ്ട് അല്ലേ? അതെങ്ങനെ സാർ കണ്ടുപിടിച്ചേ? ആ കറക്റ്റ്. കാര്യം ഈ സാധാരണ മനുഷ്യന്മാര് സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ആത്മീയ പ്രോഗ്രാം എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ തന്നെ പറയുന്നത്. അല്ലെങ്കിൽ സാധാരണ ജോലിക്ക് പോയി കള്ളുടിക്കാതെ മര്യാദയ്ക്ക് വീട്ടിൽ കൊടുത്തിട്ട് ഈ 1.5 മണിക്കൂറിൽ ഇവിടെ പോന്ന്. ഞാൻ പലപ്പോഴും ആദ്യകാലങ്ങളിലെല്ലാം ഈ മീറ്റിങ്ങിന് പോകുമ്പം എനിക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. ഓപ്പണായിട്ട് പറയാം, ചീട്ടുകളിൽ. അപ്പൊ ഈ കറക്റ്റ് ആ സമയത്താണ് ഇത് 7 to 6:30 to 8, അല്ലെങ്കിൽ 7 to 8:30. ഈ സമയം 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ എത്ര പൈസ ഉണ്ടാക്കും? എന്റെ ഭാര്യയുടെ സ്വർണം ബാങ്കിലാണ്, എന്റെ മക്കൾക്ക് വലിയ വലിയ ഫീസ് കെട്ടേണ്ടതുണ്ട്. ഇവർക്ക് ഇവിടുന്ന് ഇവരെല്ലാം എല്ലാം ശരിയാക്കിയിട്ട് വന്നിട്ട് എന്നോട് ഗോ ടു മീറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ 6 മാസം കഴിഞ്ഞപ്പം ആ ഗോ ടു മീറ്റിംഗ് എന്ന് പറഞ്ഞ മനുഷ്യനോട് ചോദിച്ച്, എല്ലാ സാറേ മീറ്റിങ്ങിന് വരാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ ഈ വാഗ്ദാനവും മറ്റേതും ഒന്നും 6 മാസേ ആയിട്ടുള്ളൂ. അയാൾ 13 കൊല്ലം കഴിഞ്ഞു. അയാളെ സ്പോൺസറും 19 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹത്തിനോടാണ് വളരെ ലാഘവത്തോടെ പോയി ചോദിക്കുന്നത്, ഇത് എന്താണ് അയാൾ വെച്ച് എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്താന്ന് മനസ്സിലാകുന്നില്ല. അല്ല സാറെ കുറച്ച് പൈസ ചോദിച്ചിരുന്നു. ആരോട്? ദൈവത്തിനോട്. എത്ര? 4.25 കോടി. അയാൾക്ക് റിട്ടേൺ 1.25 പവനിൽ ചെയ്യുന്നു ഡീലാ. ഡീലിന്റെ കല. അപ്പം ആ ഇത് ചോദിച്ചപ്പോ അയാൾ പൊട്ടിച്ചിരിക്കുക ചെയ്ത്, എന്റെ സ്പോൺസർ എന്നെ നോക്കി പൊട്ടിച്ചിരിച്ചെന്നുള്ള ഒരു രീതിയിൽ ശരിക്കും അയാൾ ചിരിക്കുക ചെയ്ത്. ചിരിച്ചിട്ട് മൂക്ക്, എടേ എന്തിനീ 4.25 കോടി എനിക്ക്? ഇല്ല സാർ, കുറെ ആൾക്കാർ എന്നെ വളരെ വേദനിപ്പിച്ച് പൈസ കടം തന്നിട്ട്. ശരി, ഓക്കെ, അവർക്കെല്ലാം തിരിച്ചു കൊടുക്കണം. നല്ല ഇത്, അതേതാണ് നല്ല ഒരു ഇത്. പിന്നെ ബാക്കിയുള്ള പൈസ ഭാര്യനെ ആദ്യം ഒരു സൈഡിലേക്ക് ഒതുക്കി സെറ്റിൽ ചെയ്യിക്കണം, പിന്നെ മക്കളെയും കുറിച്ച്. പിന്നെ നീ എവിടെ പോകാൻ പോന്ന? ഞാൻ എവിടെങ്കിലും കൺകാണാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് വീണ്ടും കുടിക്കാൻ പോകുന്നു. സിമ്പിളായി പറഞ്ഞപ്പം ഞാനും ആ കറക്റ്റാണ്, കുടിക്കാൻ തന്നെ പോകുന്നത്. ഭാഗ്യം, ദൈവം ആ പറഞ്ഞതല്ല, ആ പറഞ്ഞതിന്റെ 10% പോലും അല്ല, അതിനെക്കാട്ടി കുറവായിട്ട് പോലും എനിക്ക് പൈസയൊന്നും എത്തിച്ചു തരാത്ത കൊണ്ട്, അല്ലെ എന്നെ കിട്ടാത്ത കൊണ്ട് ഞാൻ ഏല് ഇന്നും തുടർന്ന് വന്നിട്ടുണ്ട്. ഏല് പറയും, നീ എനിക്ക് കിട്ടിയതിന് മാത്രമല്ല, എനിക്ക് പലതും കിട്ടാത്തതിനും നന്ദി പറയണമെന്ന്. അത്രയും ഊർജിതമായിട്ട് പറയണം. അപ്പം
ഈ വിശ്വാസത്തിന്റെ കാര്യം പറയും. ഈ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പറയുന്ന വിശ്വാസം വെറുതെ ഇങ്ങനെ കണ്ണു മൂടിയിട്ട് മറ്റേ മന്ത്രം ചൊല്ലിയിട്ട് വരുന്ന വിശ്വാസം ഒന്നല്ല. പ്രവൃത്തിയിൽ കൂടെ ഉള്ള വിശ്വാസം. ഞാൻ പറഞ്ഞില്ലേ, പ്രതീക്ഷ അല്ലെങ്കിൽ എന്റെ മുമ്പിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലിവിങ് എക്സാമ്പിൾസ്. അവർ പറയുന്ന അവർ പറയുന്നത് സത്യം ഇതൊന്നും ഞാൻ അനലൈസ് ചെയ്യേണ്ട. ഡോണ്ട് അനലൈസ്, യൂട്ടിലൈസ് ഇറ്റ് എന്നാ പറയുന്നത്. അത് ഞാൻ ഇയാൾ കറക്റ്റ് ആണോ, ഇയാൾ വീട്ടിൽ തന്നെയാണോ മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്നത്, ഇയാളെ ഭാര്യയ്ക്ക് ചെയിൻ വാങ്ങിക്കൊടുക്കണോ, അല്ലെ മക്കൾക്ക് ഫീസ് കെട്ടുന്നുണ്ടോ, ഇതൊന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. അയാളെ യഥാർത്ഥമായ കെയറിങ് എന്ന് പറയും, അത് വന്ന് നമ്മളെ മുമ്പിൽ ഒരു കാണിക്കയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രസന്റ് ആയിട്ട് നമുക്ക് തരിക. അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. കാരണം മരുന്ന് മന്ത്രങ്ങൾ എല്ലാം ഫലം ചെയ്യാത്ത സമയത്ത് വേറൊരാളുടെ അനുഭവമാണ് എനിക്ക് ഏറ്റവും വലിയ. എക്സ്പീരിയൻസ് ഈസ് ദ ഓൺലി ടീച്ചർ എന്ന് പറയും. ആ അനുഭവം പറഞ്ഞപ്പോഴാണ്. കാരണം ഇപ്പൊ സിനിമയെല്ലാം കാണുമ്പോൾ ഒരാൾ ഇന്നലെയും പറഞ്ഞിരുന്നു, വളരെ സെൻസിറ്റീവാ. ഈ നായകൻ പടമുള്ള കമലഹാസന്റെ 10-12 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാരായണനുണ്ട് സിനിമന്റെ. ഇന്നും ആ പടം ടി വിയിൽ വന്നു കഴിഞ്ഞാൽ ചില സീൻ വന്നു കഴിഞ്ഞാൽ, ചില കമലഹാസൻ മരിക്കുന്ന, മറ്റേ മോഹൻ മരിക്കുന്നത്, അങ്ങനത്തെ ചില സീനെല്ലാം ഉണ്ട്. ഞാൻ ഇന്നും എൻ്റെ കണ്ണിന് വെള്ളം വരും. എൻ്റെ മക്കളിങ്ങനെ സൈഡിൽ നോക്കും. ഏതോ ഒരു പടം ഇപ്പൊ അടുത്തൊരു മലയാളം പടം കാണാൻ പോയിട്ട് ഞാൻ മരണക്കരച്ചിലായിരുന്നു. ഭാര്യയും മക്കളും ചിരിയോട് ചിരി. അപ്പൊ അതാ പറയുന്നത്, ഒരു ആൽക്കഹോളിക്കിന് വളരെ ലോലമായ ഹൃദയവും പക്ഷെ ശാരീരിക ഭാഷയെല്ലാം നോക്കിയാൽ വലിയ വില്ലത്തമായിരിക്കും. അത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് ഞാൻ ഭയങ്കര വിത്താണ്, ഭയങ്കര ഒരു സംഭവമാണ്. മോൻ നേരത്തെ ചോദിച്ച പോലെ ഇതുകൊണ്ട് ഞാൻ എൻ്റെ പല ന്യൂനതകളും മറക്കാൻ ശ്രമിക്കും. ഇതിന്റെ കൂട്ടുപിടിച്ചിരുന്ന ഒരു സാധനം കൂടിയാണ് മദ്യം. മദ്യം കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആരോ പറഞ്ഞാൽ എന്ത് ചെയ്താലും ആരെ കാണിക്കാൻ, എന്ത് ചെയ്താലും അതിന്റെ മേലെ ഇട്ടാൽ മതി, മദ്യപിച്ചത് കൊണ്ട് നടന്നു പോയതാണ്. അപ്പൊ ഇന്ന് റിയാലിറ്റിയിലേക്ക് വന്നു. ഇന്ന് എൻ്റെ മക്കൾക്ക് ഞാൻ തന്നെ ഫീസ് കെട്ടേണ്ടതെന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായി. എൻ്റെ സീനിയർ മെമ്പർ പറയുന്ന പോലെ വെറും 200 റുപ്യ ഉണ്ടായാൽ മതി, സുഖാണ്. രാവിലെ എനിക്ക് 200 വേണ്ട, 30 റുപ്യ മതി. നേരെ പോയി ബാറിലാടി ഇരിക്കും. ആദ്യത്തെ കട്ടിങ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടുന്നാ വരുന്നതെന്നറിയില്ല. ഭിക്ഷ ഒരാൾ വരുമ്പം വാങ്ങിത്തരുവോ, അല്ലെങ്കിൽ കരഞ്ഞിട്ട് കാണിക്കും, അല്ലെങ്കിൽ നാളെ വാങ്ങിച്ചു തരാന്ന് പറയില്ല, നാളെ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് കളവ് പറഞ്ഞ് കുടിച്ചിട്ട് രാത്രി വരെ കുടിച്ചിട്ടുള്ള ആ പരിപാടിയായിരുന്നു. അപ്പം ആ ഒരു ഇതിലേക്കെല്ലാം പോയ എനിക്കെല്ലാം ഇന്ന് ഈ വിശ്വാസം, ദൈവം, ഇങ്ങനത്തെ ഈ ദൈവത്തിന്റെ തന്നെ അതാ പറഞ്ഞ. ഞാൻ ഈ കുടിക്കുന്ന സമയത്ത് പലരും കുടി അധികമാകുന്നു, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, കടം കേടുന്നു. കടം തീർക്കാൻ വേണ്ടി തിരുപ്പതി പോയാൽ കടം തീരുന്ന് പറഞ്ഞിട്ട് കടം വാങ്ങിയിട്ട് തിരുപ്പതി പോയാൽ കടം തീർക്കാൻ, എന്റെ കടങ്ങൾ തീർക്കാൻ തിരുപ്പതിയിലുള്ള ബാലാജി, അയാൾ ഭയങ്കര റിച്ച് ഗോഡാണ്. വേറെയുള്ള മതക്കാരെ തെറ്റിദ്ധരിക്കരുത്, ഞാനൊരു ഇതായിട്ട് പറയുന്നത്, ഭയങ്കര പൈസയുള്ള ഒരു ഗോഡാന്ന് പറയും. അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിന്റെ കടങ്ങളെല്ലാം തീരുന്നു പറയും. ഇത് ഞാൻ ചെയ്ത പൊട്ടത്തരാ പറയുന്നത്, വിശ്വാസമല്ല ഇത് ഞാൻ എൻ്റെ സ്വയം കാര്യപ്രാപ്തിക്ക് വേണ്ടി ഞാൻ ചെയ്ത, അത് വിശ്വാസത്തിന്റെ മേലെ ഇട്ടിട്ട് പോകുന്നതാണ്. ഞാൻ നേരെ ഭാര്യനെയും മക്കളെല്ലാം കൂട്ടിയിട്ട് പോയി. ഈ കടം പോകാനുള്ള അതിന്റെ അടുത്ത പലിശയും കൂടെ കൂടി എന്നല്ലായിട്ട് കടമൊന്നും തീർന്നിട്ടില്ല. കടം തീർക്കാൻ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള വഴി കടം കൊടുത്തു തീർക്കുക. അല്ലാതെ കടം തീരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും കടം തീരൂല. അതിന് എനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ, നീ മറ്റേ വേൾഡ് ബാങ്കിൽ നിന്ന് എടുത്തോ. ചില കൂട്ടർ പറയുന്ന കേൾക്കാം, ഇവിടെ എല്ലാം ഈ പഴയത് വിട്ടത് പിടിക്കണം, മറ്റേതാക്കണം, അല്ലെങ്കിൽ ചില കൂട്ടർ, അതായത് ചില കൂട്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചില സീനിയേഴ്സ് എല്ലാം ഒരിടത്ത് കടം വെച്ചോ, പലിശ കുറവുള്ളത്, ഇങ്ങനത്തെ പരിപാടിയില്ല എന്ന് എൻ്റെ സീനിയർ എന്നോട് പറഞ്ഞു. എനിക്കൊരു വരുമാനമുണ്ട്, ആ ജോലിക്ക് സത്യസന്ധമായി പോവാണ്. ആ സത്യസന്ധമായി കിട്ടുന്നതിൽ വീട്ടിലെ ചെലവ്, അത്യാവശ്യം അനാവശ്യം, ആ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് വീട്ടു ചെലവ് ഇതെല്ലാം കഴിഞ്ഞിട്ട്, അതായത് ഭക്ഷണത്തിന്റെ ഇതും മക്കളെ ഫീസും എല്ലാം കഴിഞ്ഞിട്ട്
നിന്റെ വണ്ടി 2 വണ്ടി മറ്റേ പെട്രോളും മറ്റേ ചെലവെല്ലാം നിർത്തിയിട്ട് ഉള്ളത് കുറച്ച് ഓരോ ആൾക്കാർക്ക് കൊടുത്തു തീർക്കാനാവും. അതിനൊരു മധുരയിലുള്ള ഒരു അപ്പളം സെൽവരാജ് എന്ന് പറഞ്ഞ ഒരാൾ പറയും, ഈ ഏല് വരുന്നതിന് മുമ്പ് ചീട്ട് കളിക്കാനും മറ്റുള്ള പരിപാടിക്കെല്ലാം വാങ്ങിയ കടോ ഏല് വന്നു കഴിഞ്ഞാൽ ദൈവം വന്നടക്കും, പോയി അടച്ചിട്ട് വേണം എന്നിട്ട് ചെയ്യാ പടികൾ എന്നാ പറയുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ടാണ് പറയും. കാരണം ഈ പടികൾ ചെയ്യുന്നതെല്ലാം ഞാൻ എൻ്റെ മാത്രം കാഴ്ചപ്പാടിന് പറയും. ഈ പടികളിലും ചെയ്യുന്നതെല്ലാം എൻ്റെ കടം തീർക്കാൻ വേണ്ടി. എൻ്റെ ഭാര്യ എന്നെ ഇന്നും സീനിയർ മെമ്പർ ഫിസിക്കൽ മീറ്റിങ്ങിന് പോകണം എന്ന് പറയേണ്ട ഒന്ന് ഐ കോണ്ടാക്ട് ആ ഇതിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ഇതും. നമുക്ക് ഓൺലൈൻ മീറ്റിംഗ് തെറ്റ് എന്നല്ല പറയുന്നത് ഞാൻ. ആ ഫിസിക്കൽ മീറ്റിങ്ങിലുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. ആ പഴമക്കാരൻ ഒരാൾ പറഞ്ഞത്, അദ്ദേഹം ഭാര്യനോട് ചോദിച്ചെന്നാണ്, ഞാൻ ഈ പരിഹാരം ചെയ്ത് തീർത്തോ എന്ന് ചോദിച്ചപ്പോൾ, എവിടെ പരിഹാരം ചെയ്തു തീർക്കാൻ, നിങ്ങൾ എനിക്ക് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചില്ല. അത് വൈഫിന് ഈ പരിഹാര ലിസ്റ്റിൽ എൻ്റെ ഇതില്, ഞാൻ 4-ാം പടിയുടെ ഇതില് എൻ്റെ വൈഫിന്റെ പേരേ ഉണ്ടാക്കി. അവളോട് ഞാൻ ചെയ്തതെല്ലാം ദ്രോഹമല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്, ഇന്നും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അദ്ദേഹവും പറഞ്ഞത്, ഈ വൈഫിനും അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന കൂട്ടർക്ക് അതിന്റെ യഥാർത്ഥ ഇത് അറിയുള്ളൂ. ഈ പടികൾ ചെയ്യുന്നത് എന്താ പറയാ, ഇതിൽ പറയും ഇതൊരു കോഴ്സോ ഒന്നും അല്ല. ഇവിടെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ സജസ്റ്റഡ് സ്റ്റെപ്സ് എന്നേ പറയുള്ളൂ. ആദ്യത്തെ 3 പടികൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിൽ വരുമ്പം ആ വിശ്വാസം, 2-ാം പടിയും 3-ാം പടിയും ശരിയായ വിശ്വാസത്തിന്റെ പടികളാണ്. എ പവർ ഗ്രേറ്റർ ദാൻ മീ റിസ്റ്റോർ മീ ടു സാനിറ്റി. എന്നേക്കാൾ വലിയുള്ള ശക്തി എന്നെ ഈ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ എൻ്റെ എല്ലാ സ്വഭാവദൂഷ്യങ്ങളും മാറ്റിത്തരുന്നതെന്ന് എനിക്കൊരു വലിയ ശക്തിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് വരുന്ന തന്നെ ഈ പ്രോഗ്രാമിലുള്ള ആത്മീയതയുടെ ഏറ്റവും വലിയ ഘട്ടമാണ്. ദൈവം ഉണ്ട്, ദൈവത്തിൽ വിശ്വാസമുണ്ട്. എന്തിനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ, ദൈവം എനിക്ക് തരാനുള്ള ആളായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരെ കൊല്ലാനുള്ള ആളായിട്ട്, അങ്ങനെ എൻ്റെ ഒരു എന്താ പറയാ ഒരു കവചമായിട്ടാണ് ഞാൻ ദൈവത്തിനെ ഉപയോഗിക്കുന്നത്. അതായത് പോലീസുകാരനെ കാണുമ്പോൾ ഹെൽമെറ്റ് എടുത്ത് വെക്കുന്ന കഥ, അത് പൂർണ്ണമായ വിശ്വാസം ഇതുമല്ല. അയാളാണ് ചെയ്യുന്നത്, അയാളാണ് ഇതിന്റെ അധികാരി എന്ന്, അല്ലെങ്കിൽ അയാള് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നും പറ്റൂല എന്നുള്ള ആ പൂർണ്ണ വിശ്വാസമല്ല. അന്നേരം എനിക്ക് വേണ്ട സമയത്ത് അയാൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ അയാൾ ഒരു വേലക്കാരനായിട്ടാണ് ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പൂർണ്ണമായ, അത് തന്നെ പറയാ, ഈ ഏല് വന്നു കഴിഞ്ഞാൽ ഈ വിശ്വാസം എന്ന് പറയുന്ന പദത്തിന് പല ഇതും പറയും. ബിലീവ്, ട്രസ്റ്റ്, ഹോപ്പ്, ഇങ്ങനെയുള്ള എല്ലാത്തിനും ആ വേർഡാ യൂസ് ചെയ്യുക. അപ്പം ഈ വിശ്വാസം, അതായത് നിന്നിൽ ഉള്ളിൽ നിന്ന് നിന്നെ വഴി നടത്തുന്ന ഒരു വലിയ ശക്തി, അതിനെ കണ്ടറിയാനാണ് നമ്മൾ ഈ വിശ്വാസം വേണമെന്നുള്ളത്. അത് എന്നുള്ളിലുണ്ട്, പക്ഷെ ഞാൻ അതിനെ തിരിച്ചറിഞ്ഞില്ലായിരുന്നു. ഞാൻ അതായത് രണ്ടും എന്നുള്ളിൽ തന്നെയല്ല. മോശം കാര്യം ചെയ്തത് ഞാൻ തന്നെയാണ്, അത് എൻ്റെ അന്നത്തെ ടെൻഡൻസി. ഇന്ന് ഞാൻ അതിൽ നിന്ന് മാറി നിന്ന് നല്ലതായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു, അതായത് അച്ചടക്കമുള്ള ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ എന്നെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ആദ്യം എൻ്റെ ഷോർട്ട് കമ്മിങ്സ്, എൻ്റെ കുറേപാടുകൾ, അതാണ് നീക്കുവാൻ വേണ്ടി ആ ദൈവത്തിനോട് അപേക്ഷിക്കുക. ചെയ്യത്തല്ല അയാളാ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ പറയാ, ഈ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ സർവ്വരോഗ നിവാരണം എന്നല്ല എന്ന് പറയും. മദ്യം പോലും പൂർണ്ണമായും മാറ്റി നിർത്താനൊന്നും ആരെ കൊണ്ട് ഗ്യാരണ്ടി വാറണ്ടി ഇല്ലാത്ത പരിപാടിയാന്ന് പറയും. ഈ വിശ്വാസവും പ്രാർത്ഥനയെല്ലാം, ഈ വിശ്വാസം ഊർജിക്കാൻ വേണ്ടി പ്രാർത്ഥന, ധ്യാനം, സ്വയ മീൻസ് നമ്മളുടെ സ്വയപരിശു 10-ാം പടിയുടെ ഇത് ഞാൻ എപ്പോഴും വളരെ, ഈ അറിവ് എന്ന് പറയുമ്പോൾ, അതായത് സ്വയപരിശോധന, ഇത് ഞാൻ വിചാരിച്ചത് എന്താ, വേറെ പെണ്ണുങ്ങളെ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന് കടം വാങ്ങിയിട്ടില്ല, എന്റെ സാധാരണമായ ആ ബാഹ്യമായത്, അതിനെക്കാട്ടി ആന്തരികമായ വളരെ ഡെപ്തിൽ ചിന്തിക്കേണ്ടത്, അതായത് എന്നിനുള്ളിലുള്ള മാറ്റം, അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും ഞാൻ അതിനുവേണ്ടി ചെയ്യുന്നുണ്ടോ, അത് ചെയ്യണമെന്നില്ല,
എൻ്റെ വീട്ടിൽ ചെയ്യുക, എൻ്റെ തൊഴിലിടങ്ങളിൽ ചെയ്യുക, ചെയ്യണം എന്നാ പറയുന്നത്. ഈ പ്രൊഫൗണ്ട് ചേഞ്ച് എന്ന് പറയും. എന്താ, കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഞാൻ ഈ ആത്മീയ തത്വങ്ങൾ പാലിക്കുമ്പോൾ തന്നെയാണ് എനിക്കുള്ള മാറ്റം വരുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഇന്ന് 9-ാം പടിയുടെ എല്ലാം ആ പ്രാധാന്യം അദ്ദേഹം പറഞ്ഞത്. പരിഹാരം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ചെയ്തു തീർക്കുന്ന പരിഹാരം എന്നല്ല ബൈരനോടൊന്നും ചെയ്തു വെച്ചിരുന്നു. ലൈഫ് ലോങ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ എല്ലാ പടികളും ഒരു ടൈം, വൺ ടൈം ചെയ്ത് തീർത്തിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് പോകുന്ന പരിപാടിയല്ല ഇത്. ഇത് നിരന്തരം, അതായത് ഒരു ആജീവനാന്ത കാലയാത്ര. എ ഇസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, എ ഇസ് എ ജേർണി എന്ന് പറയും. ഇതൊരു തുടർ യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ കയറിയ 9:30 വരെ അല്ലെ 10 മണി വരെ കേട്ടോണ്ടിരുന്ന ഈ സുഹൃത്തുക്കള് ഇന്നും ഇതിൽ സുരേഷ് പറഞ്ഞിട്ടും ഈ വിശ്വാസത്തെ കുറിച്ച് പറയാനും അവര് കേൾക്കാനും വന്നത് അവരിലുള്ള ആ ഒരു വിശ്വാസം അല്ലെ പ്രതീക്ഷ, അത് നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയും, ഇപ്പൊ ഒരാൾ കുടിച്ചു പോയി അല്ലെങ്കിൽ എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ അയാളെ പിന്നിൽ പോയിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ആ ദൈവമായിട്ടില്ല, അല്ല ഒരു വലിയ ശക്തിയുടെ ഇടപെടലിന്റെ ഒരു ചെറിയൊരു ഏത് പ്രശ്നങ്ങൾ വന്ന് കുടിച്ചു എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു സീനിയർ മെമ്പർ പറയും, എന്നെ ഒരു സുഹൃത്ത്, ഒരു യങ്സ്റ്റർ പുതിയതായിട്ട് വരുന്ന ആള് കുടിച്ചു. ഇപ്പൊ കുടിച്ചപ്പോ എന്താന്ന് ചോദിച്ചു, ഇത് വളരെ സങ്കടത്തോട് പറഞ്ഞു എന്റെ അമ്മ മരിച്ചു പോയി. അപ്പൊ അമ്മ മരിച്ച ആ സങ്കടത്തിൽ കുടിക്കാന്ന് പറഞ്ഞാൽ റീസണബിൾ, ഓക്കെ, സാരില്ല, വാ മീറ്റിങ്ങിന് വാ. അപ്പൊ മീറ്റിങ്ങിന് വന്നപ്പം അയാൾ ചോദിച്ചു, നീ ഒരാഴ്ച കുടിച്ചിപ്പോ കഷ്ടപ്പെട്ട് വന്ന് അമ്മ തിരിച്ചു വന്നു. അപ്പൊ ഇയാൾക്ക് ദേഷ്യ വന്നു, അമ്മ തിരിച്ചു വരാം, മരിച്ചുപോയ അമ്മ എങ്ങനെ തിരിച്ചു വരാ? അപ്പൊ അയാളോട് പറഞ്ഞ അതാണ്, ഈ അമ്മ മരിച്ചതിനെ കുടിച്ചിട്ട് പിന്നെ അമ്മ തിരിച്ചു വരണ്ടേ? അല്ലെങ്കിൽ അമ്മക്ക് എന്തെങ്കിലും ഈ അമ്മനെ കുടിയിൽ കാണാനോ, അല്ലെങ്കിൽ ആ ഒരു വിഷമം മറക്കാനാ സാറേ? വിഷമം മറന്ന ഇപ്പൊ ഇല്ല, വിഷമം അങ്ങനെ തന്നെ ഉണ്ട്. അപ്പം വീണ്ടും കുടിച്ചിട്ട് പോയി കഴിഞ്ഞാലോ അതിനോടൊന്നും ആരും ഇത് ചെയ്യണ്ട. അവരെ പുതിയതായിട്ട് വരുന്നവർക്ക് കഴിക്കാനും ശരി, അല്ലെങ്കിൽ റിലാക്സ് ആയാലും ശരി, അവരോടെ ശക്തി അറിഞ്ഞു. അതാ ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിപ്പോ ഈ റീസെന്റ് ആയിട്ട് കിട്ടിയതാ. എന്നുള്ളിൽ നിന്ന് എന്നെ വഴി നടത്തും ആ വലിയ ശക്തി കാണിച്ചു തന്ന ഈ കൂട്ടായ്മകളിൽ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ഞാൻ ആരാന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ആരാന്ന് എനിക്ക് മനസ്സിലാവുമ്പോൾ എനിക്ക് ആ വലിയ ശക്തിയുടെ ഉണർവും വിശ്വാസവും പൂർണ്ണമാകുന്നു, ഒരാൾ പറയുന്നു. അപ്പം ഇവര് പറയുന്ന കേട്ടിട്ടുള്ളത് കോപ്പി അടിച്ചിട്ട് അനുഭവമാണ് എനിക്കുള്ളത്. അല്ലെങ്കിൽ ഞാൻ പഠിച്ച് വിശ്വസിച്ചിട്ട് വന്നിട്ടൊന്നുമല്ല. ആ ഒരു കാര്യങ്ങളിൽ ചിലപ്പം ഈ പറഞ്ഞില്ലേ, ഞാൻ കണ്ടു, ഞാൻ അനുഭവിച്ചു, ഞാൻ വിശ്വസിച്ചു എന്നുള്ളതാണ്. ഈ കാണലും ഞാൻ ഇതുമെല്ലാം എല്ലാവർക്കും 1.5 വർഷം കൊണ്ട് വരും, ഇനി വിശ്വസിക്കാൻ തുടങ്ങും, ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞാനെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസം വന്നത് ഈ കൊറോണ കാലത്തിന് ശേഷം. ഇവരെ സൂചിപ്പിക്കുന്നൊന്നല്ല, എന്നാലും പറയാണ്, ഓൺലൈൻ മീറ്റിംഗ്സ് എല്ലാം കയറിയതിന് ശേഷമാണ് ഇത്ര സംഗതികളുണ്ട് എന്ന് പോലും ഞാൻ അറിയാൻ തുടങ്ങിയത്. പിന്നീടാണ് ഞാൻ ബിഗ് ബുക്ക് മനസ്സിരുത്തി വായിക്കാൻ തുടങ്ങിയത്. ബിഗ് ബുക്ക് മനസ്സിരുത്തി വായിച്ചിട്ടും എന്റെ സ്വഭാവത്തിന് ഞാൻ ചോദിച്ചത്, കൊറോണ സമയത്ത് ഒരു ഗ്രൂപ്പിൽ പടികൾ ചെയ്യുമ്പോൾ എന്റെ സ്പോൺസറോട് 6-ാം പടി 7-ാം പടി എന്തിനാന്ന് ചോദിച്ച ആളാണ്. അപ്പൊ എനിക്ക് ഈ വിശ്വാസമാണ് ഈ 12 പടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാ എല്ലാവരും നിർബന്ധിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന, സജസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റിസൾട്ട് ഉണ്ട്. ഇത് ചെയ്തത് കൊണ്ട് അവർ കോടീശ്വരനായി, അല്ലെങ്കിൽ അവരെ കടക്കാരെല്ലാം മറ്റേ ഈ പ്രളയ സമയത്ത് വേണ്ട, കടം വേണ്ട എന്ന് ബാങ്ക് ഇത് ചെയ്ത പോലെ വിട്ടുകളഞ്ഞുകൊണ്ടല്ല. അവരിന്ന് മനസമാധാനത്തോടെ ഭാര്യന്റെ കൂടെ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ വളരെ ഇതില് പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും, ജോലി ഉണ്ടായാലും ഇല്ലെങ്കിലും അവര് നന്നായിട്ട് ആത്മീയ ജീവിതം ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയാം, നമ്മളെ വാഗ്ദാനങ്ങളിൽ ഭാഗ്യാന്വേഷണ പ്രവണത ഇത് ചെയ്യുന്നില്ല. മനുഷ്യന്മാരോടുള്ള, അതായത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ തുടങ്ങുന്നു. എനിക്കതൊന്നും ഇന്നും പറ്റുന്നില്ലെങ്കിൽ ആ വിശ്വാസം ഉറപ്പായിട്ടില്ല, അല്ലെങ്കിൽ 2 തോണിയിൽ കാല് വെച്ച കഥയാണ്. ഉണ്ടോ ഇല്ലയോ പറഞ്ഞില്ലേ, എനിക്കെല്ലാം അങ്ങനെയാണ്. ഈ തിരുപ്പതി പോയി വീണ്ടും കടം കയറിയപ്പോ തിരുപ്പതി ശരിയില്ല.
എന്ന ഏരിയ മാറ്റി. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, വേളാങ്കണ്ണി പോയി കഴിഞ്ഞു, സൂപ്പറാ. നേരത്തെ വേളാങ്കണ്ണിയിൽ കുടിക്കാനും മീൻ പൊരിച്ച് കഴിക്കാനാ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പോയത് മുട്ടിയിട്ട് നല്ലോണം കുറെ പൈസക്ക് മെഴുകുതിരിയെല്ലാം വാങ്ങി കത്തിച്ച് ആ പൈസ കടംകാരന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കടം കുറഞ്ഞു തന്നെ. 1000-2000 കാറിനും മറ്റേതെല്ലാം കൊടുത്തിട്ടാ വേളാങ്കണ്ണി പോകുന്നത്. നെയ്വേലിയിൽ നിന്നുള്ള കഥയെ പറഞ്ഞു. ആ പൈസ ഏതെങ്കിലും ഒരു കടക്കാരന് പറഞ്ഞു തന്ന ഒരു ടൈമില് ഈ ആത്മീയ ഉണർവ് അല്ലെങ്കിൽ ആത്മീയ ഒരു ഇത് സ്പിരിച്വൽ അവേക്നെസ് എല്ലാം വന്നു കഴിഞ്ഞാൽ മദ്യം മാറ്റി നിർത്തുന്നത് മാത്രമല്ല, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ആ ഒരു ഇത് വേണം. നേരത്തെ കടക്കാരന് വാങ്ങിയിട്ട് നാളെ തരാം, നാളെ തരാം, എല്ലാം നാളെ ലോട്ടറിനെ പോലെ നാളെ തരാം. എന്റെ ഭാര്യ പലപ്പോഴും പറയും, നിങ്ങൾ ഈ വരുന്ന കടക്കാരനോട് നാളെ തരാന്ന് പറയും. നാളെ അവര് വന്ന് നിൽക്കും, ഞാനാ ഉണ്ടാകുക പറയാൻ വേണ്ടി. അതുകൊണ്ട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഏതെങ്കിലും ടൈം പറയും. ആ സമയത്ത് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ലേ അവരെ വീട്ടിൽ പോയി പറയും. ഇങ്ങനെയാണ് പറഞ്ഞു തന്നത്. ഫേസിങ് റിയാലിറ്റി സ്പിരിച്വാലിറ്റി എന്നാണ്. നേരടി പോയി കാണും. നീ വേറൊരാൾ വാങ്ങി കടത്തിനൊന്നും അല്ലാലോ നീ, അത് വേറെ ഉണ്ട്. ആരോ പറഞ്ഞ പോലെ ഞാനോ കടം വാങ്ങിയിട്ട് കുറെ കഷ്ടപ്പെടുന്നുണ്ട്. അതിന്റെ കൂടെ കുറെ ഷുവറിറ്റി മറ്റേത് എല്ലാം ഇട്ടിട്ട് ആകെ മൊത്തം എന്റെ ഭാര്യയില്ല എന്റെ കൂടെ ജീവിച്ചത് എങ്ങനെയാന്നുള്ളതല്ല. അപ്പം ഈ ഉറച്ച വിശ്വാസവും ആ ഒരു വലിയ ശക്തിയുടെ ഇടപെടലും ഇല്ലെങ്കിൽ ഞാനൊന്നും സത്യത്തിൽ ഇന്ന് ജീവിച്ചിരിക്കേണ്ട ആളല്ല. ആ ഒരു നന്ദി പ്രകടനം തന്നെയാണ് ഏലുള്ള ഇന്നും തുടർ. എന്ത് ഏല് വന്നു കഴിഞ്ഞാലും നത്തിങ് വേസ്റ്റ് ഇൻ എന്ന് പറയും ഒരാള്. ആ പറയുന്ന പോലെ സത്യമാണ്. ഏല് എന്ത് കാര്യം ചെയ്താലും അത് ചെയ്യുന്നതിനെക്കാട്ടി പ്രതിഫലം 12 പടി ചെയ്താൽ എന്ത് കിട്ടുന്ന ആദ്യത്തെ ചോദ്യം. എന്ത് കിട്ടാ? ഒന്നും കിട്ടൂല. മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. എന്നോട് എന്റെ സ്പോൺസർ ചോദിച്ചിരുന്നു, അതെ ഇത്രയും കടം വെച്ചിട്ട് നീ മീറ്റിംഗിൽ മാറി സന്തോഷമാണ്, സുഖമാണ്, നീ എനിക്ക് കിടന്ന ഉറക്കം കിട്ടലുണ്ടോന്ന് ചോദിച്ചത്. ഇല്ല, കിട്ടൂല. എങ്ങനെ കിട്ടുക? കടക്കാര് നാളെ എപ്പം വരും, കോർട്ടിൽ നിന്ന് നോട്ടീസ് എപ്പം വരും, പ്രശ്നങ്ങൾ, ഭാര്യയും മക്കളും എല്ലാം. ഞാൻ കുടിച്ചപ്പം എന്നെ കൊണ്ട് ആ ഒരു ഇതിലങ്ങോട്ട് പോവുമല്ലോ. ഈ കുടിക്കാത്ത സമയത്ത് ഈ കടം വാങ്ങിയിട്ട് അവര് പെട്ട പാട് കുറച്ചൊന്നല്ല. എന്റെ മക്കളും എന്റെ ഭാര്യ എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പൈസ എന്റെ കണ്ണ് കാണിക്കില്ല. കണ്ണ് കാണിക്കുന്ന മീൻസ് എന്നോട് എന്റെ മോള് പറയും, മൂത്ത മോള്, ഇപ്പൊ ഒരു 10,000 രൂപ കൊടുത്ത് നോക്ക് വീട്ടിൽ കളിക്കാൻ പോകുന്നത്. സത്യം അത്. അതായത് എൻവയറമെന്റ് എന്ന് പറയും, ഈ ചുറ്റുചൂഴൽ, അതായത് ആ കറക്റ്റ് ആയിട്ടുള്ള ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് ജമ്പ് ചെയ്താണ്. അപ്പൊ അതാ പറയുന്നത്, ഈ വിശ്വാസം എല്ലാം ഊർജിതമാക്കി ഒരു വലിയ ശക്തിയുടെ ഇതിൽ നിൽക്കുമ്പം ഞാൻ അതിൽ തന്നെ സ്റ്റഡിയായി നിൽക്കേണ്ടതുണ്ട്. ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ, എന്റെ ചാഞ്ചാടുന്ന മനസ്സാണെങ്കിൽ എപ്പം വേണമെങ്കിൽ ഞാൻ അബദ്ധത്തിൽ പോയി ചാടും. അബദ്ധത്തിൽ പോയി ചാടും. അതിന് കുടിച്ചു പോകുന്ന അല്ലെങ്കിൽ ഇതൊന്നല്ല, അബദ്ധത്തിൽ പോയി ചാടും. ഒന്നുമില്ല, ഒരു ചെറിയ എക്സാമ്പിൾ പറയും. ഈ ഇത് കഴിഞ്ഞിപ്പോ റിട്ടയർഡായി തിരിച്ചു വന്ന് ഈ റെസിഡൻഷ്യലില് 100 രൂപയുടെ ചീട്ട് റമ്മി അതുണ്ട്. ഞാൻ അതിലേക്ക് പോയി. എന്ത് ഇത്ര കാലം വന്നിട്ട് ഒന്നും കിട്ടിയില്ല. അവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ പഴയ പരിപാടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 100, 200 ആവും, 200, 300 ആവും. പൈസ പിന്നെ കിട്ടാത്തപ്പോ കടം വാങ്ങാൻ തുടങ്ങും നിങ്ങൾ. അവര് അൾട്ടിമേറ്റ്, അതായത് എപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നു, ഞാൻ എന്റർടൈൻമെന്റിന് അല്ലെങ്കിൽ ഒരു ഹോബിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിന്റെ ലാസ്റ്റ് ഒരു 10 കൊല്ലം കഴിഞ്ഞാലുള്ള കോൺസിക്വൻസസ് അന്നേരെ അവര് പണത്തറിയുന്നു. ഞാൻ 10 കൊല്ലം കഴിഞ്ഞാലും ഇതെല്ലാം സംഭവിച്ചാലും അത് വലിയ കാര്യമാണെന്ന് ഈസി ആയിട്ട് തട്ടിക്കഴിക്കുന്ന ആളാണ്. അത്രേ ഉള്ളൂ. എനിക്ക് സീരിയസ്നെസ് ഇല്ലാത്തൊരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അവർ റെസ്ട്രിക്ട് ചെയ്ത് നിങ്ങൾ കളിക്കാൻ പോകാൻ പാടില്ല. ഈ കളിക്കാൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശ സ്വഭാവമാണ്. നേരത്തെ ഉണ്ടായ ഒരു ഇതിൽ പലതും അവരാണ് അനുഭവിച്ചത്. അത് സന്തോഷത്തോടെ ഇനി ഞാൻ പോകുന്നില്ല. ഇല്ല, ഞാൻ പോകുന്നില്ല. വെറുപ്പോടെ പറഞ്ഞു, ഞാൻ പോകുന്നില്ല. എനിക്ക് നീ എവിടെയെങ്കിലും ഒന്ന് പോകാൻ വേണ്ടി എന്നെ വിടൂല. ഞാൻ വെറും ഒരു 100 രൂപ വെച്ച് ഒരു കുറച്ച് ചീട്ട് കളിക്കുന്നത്. ഈ ചീട്ട് കളിക്കുന്നതെന്ന് പറയുന്ന ടൈം 7 to 9 അവിടെ ഉള്ളത്. ഞാൻ മീറ്റിംഗ് കട്ട് ചെയ്യുന്നുണ്ട്. മീറ്റിംഗ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഏത് കോലത്തിലാണ് ഞാൻ വരാന്നുള്ളത്. ഓടിച്ചാൽ എന്ത് അബദ്ധവും, ഒരു അബദ്ധവും ഇല്ല. ഓടിച്ച വളരെ നല്ലവനാണ്. വന്ന് രണ്ടടിയും ചീത്തയും പറഞ്ഞ് അവൾ എന്നാ, ഞാൻ അടിക്കുന്നതല്ല പറഞ്ഞിട്ട്. പലപ്പോഴും എന്റെ സുഹൃത്തുക്കൾ പറയും, എന്തിനാ സുരേഷ വീട്ടില് രാത്രി ഭയങ്കര സൗണ്ട് ആയിരുന്നല്ലോ. ഞാൻ പറയണ പൊട പൊട്ട, എനിക്ക് അടി കിട്ടിയതാണ് നിങ്ങൾ കേട്ട സൗണ്ട്, അല്ലായിട്ട് അവളെ ഞാൻ അടിച്ചതല്ല. അപ്പൊ രണ്ടടിയോ ചവിട്ടോ അല്ലെങ്കിൽ നുള്ളോ എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ടാത്ത എന്തൊക്കെ പറഞ്ഞിട്ട് എന്നാടെ സൈഡിൽ കിടത്തിയിട്ട് അവര് ചോറുന്നിട്ട് ഇപ്പുറം കിടക്കും. അല്ലെങ്കിൽ എത്ര കാലം വിചാരിച്ചിട്ട് ഇതിന്റെ മണ്ഡലത്തിന്റെ ബാക്കിൽ നടക്കാം. അപ്പം ഇന്നൊരു കഥ കൂടെ ആ ഇതില് വിശ്വാസത്തിന്റെ ഇതില് പറഞ്ഞ ഒരു ഫ്ലൈറ്റ്, നിങ്ങളെ കേട്ടിട്ടുണ്ടാവും ഏത് പറയുന്നതാണ്. ഒരു ഫ്ലൈറ്റ് ഭയങ്കര ഇതില് ക്രാഷ് ആവാൻ പോകുന്നു, എഞ്ചിൻ ഫെയിലിയർ ആയി, ആൾക്കാരെല്ലാം പാനിക്കായി, ആകെ എന്താ ചെയ്യേണ്ട, പാരച്യൂട്ടെല്ലാം മതി ഇതെല്ലാം. ഒരു വയസ്സായ മുത്തശ്ശിയുണ്ട്, അവരിങ്ങനെ ഒരു കുട്ടി ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു. അവനോട് ചോദിച്ചു, എടാ ഫ്ലൈറ്റ് ഇതാ, നീ എന്താ അങ്ങനെ? അവൻ ചിരിച്ചുകൊണ്ട് പോയില്ല, ഒന്നും ആവില്ല. എനിക്ക് ദൈവത്തിൽ അത്ര വിശ്വാസമാണ്, ദൈവത്തിലല്ല വിശ്വാസം മാഡം. പിന്നെ ഈ ഫ്ലൈറ്റ് ഓടിക്കുന്ന എൻ്റെ അച്ഛനാണ്, എനിക്ക് അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട്. ഈ ഫ്ലൈറ്റ് കറക്റ്റായിട്ട് അദ്ദേഹം ലാൻഡ് ചെയ്തു. അത് വിചാരിച്ചത് ക്രാഷ് ആയില്ല മറ്റേന്നല്ല. പക്ഷെ അന്ന് ആ ഫ്ലൈറ്റിന്റെ ഒരു പ്രോബ്ലം ഇല്ലാതെ അവർ ഇത് ചെയ്തപ്പം ആ കുട്ടീനെ എല്ലാരും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ ഉറച്ച വിശ്വാസം ഇതല്ല നമ്മളെ ഒരു ഇതിലെത്തും. അതുകൊണ്ട് തന്നെ തമിഴ് വേർഡ് തന്നെ ഞാനിത് ഹാഫ് മെഷേഴ്സ്, അതായത് അരകുറ മുയற்சி എന്താ പലനും. ഞാൻ ഈ വിശ്വാസം ഇല്ലാതെ ഞാൻ ഈവൻ നമ്മൾ ചില മരുന്നുകളെല്ലാം കഴിക്കുമ്പോൾ പറയും നല്ലോണം വിശ്വസിച്ചിട്ട് ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ഇന്ന് ഞാനൊരു ഡയബറ്റിക്കിന്റെ ഒരു ഡോക്ടറെ കുറെ, ഇന്നല്ല ഈ റീസെന്റ് ആയിട്ട് ഒരു 4-5 കൊല്ലമായിട്ട് അദ്ദേഹത്തിന്റെ മരുന്ന് കോഴിക്കോട്ടില്ല, അദ്ദേഹത്തിന്റെ മരുന്ന് കഴിക്കുമ്പോൾ ആ മരുന്ന് കഴിച്ചാൽ നല്ല റിസൾട്ടാവും ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക്, അതാണ് പറയുന്നത്. அந்த தமிழ்ல പറയുന്ന വേർഡ് അത്, அந்த നம்பிക്കയെ എനിക്ക് വേല ചെയ്തു എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നുണ്ട്. എല്ലായിട്ടും ഞാൻ വിശ്വസിക്കൂല, റിസൾട്ടാണ്. ഞാനിന്ന് കുടിക്കാതിരിക്കുന്നുണ്ട്, കുടുംബത്തോടുണ്ട്, ഭാര്യയായിട്ട് അടിയും പിടിയും എന്ത് കൂടിയാലും അവള് തരുന്ന ചോറ് കഴിച്ചിട്ട് സന്തോഷത്തോടെ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്താ വേണ്ട ജീവിതത്തിൽ? ഈ പറഞ്ഞ പോലെ ലോട്ടറി അടിച്ച് കുറെ പൈസ കിട്ടി, എനിക്കെല്ലാം സത്യത്തിൽ കിട്ടിയതിനെ കാട്ടി കിട്ടാത്തതിന് നന്ദി പറയാനുണ്ടാവും. ഞാൻ എന്റെ ഭാര്യനോട് ഇപ്പൊ കൂടെ ഇടക്ക് കുറച്ച് പൈസ ഈ വീട്ടിൽ കുറച്ച് പണി നടക്കുന്നുണ്ട്. ഈ പണി നടക്കുമ്പോ ഇപ്പൊ ഉള്ള ഇതില് നിങ്ങൾക്കറിയാം, വിലയുടെ ഇത് കൂടി. അപ്പം ലേബേഴ്സിനും കൂലിയെല്ലാം കൂടി, സാധനങ്ങൾക്ക് വില കൂടി. അപ്പൊ ഒരു ചെറിയ മെയിൻ്റനൻസ് വർക്കാ, അത് തന്നെ ഭയങ്കര പൈസയാകും. ഈ പൈസ വൈകുന്നേരം ലേബേഴ്സിന് എണ്ണി കൊടുക്കുന്നതും മെറ്റീരിയലിന് കൊടുക്കുന്ന എല്ലാം എന്റെ ഭാര്യ, അവള് എടുത്തു വെച്ച പൈസ. അപ്പൊ ദേഷ്യം വരും ആയിരിക്കാരും, കാരണം ഒരുത്തനിടെ ഉണ്ട് ഭയങ്കര ആത്മീയതയും മറ്റേതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റി കളിക്കുന്നുണ്ട്, പക്ഷെ ഒരു പ്രയോജനമില്ല. അപ്പം അവര് കൊടുക്കുമ്പം ഞാൻ അതിൽ നിന്ന് കമ്മീഷൻ അടിക്കാനാണോ? കമ്മീഷൻ മീൻസ് അടിക്കുന്നില്ല എന്നാലും പറയാം. ലേബേഴ്സ് വന്ന് ഇത് പറയുമ്പോ അവള് ഇത് ശരിയായി ചെയ്തിട്ടില്ല, മറ്റേതാക്കിയിട്ടില്ല, ഞാൻ അവളെ കൂടെ നിൽക്കാതെ ഞാൻ ലേബേഴ്സിന്റെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. എനിക്ക് ആ ചൂടത്ത് അവർ എത്ര കഷ്ടപ്പെട്ട പണിയെടുക്കുന്നു, നീ ഈ പൈസ കൊടുക്കുന്നതിന് നീ ഇത്ര ഇതാക്കിയല്ലോ. ഞാൻ ആത്മീയതയെ ഞാൻ ഭയങ്കര ഇതിൽ പോയി കംപ്ലീറ്റ്. എന്നോട് പറയാം, എന്നാ പിന്നെ കയ്യിൽ പൈസന്റെ കുറച്ച് എടുത്ത് കൊടുക്ക് നിങ്ങള്, അത് കൊടുക്കാനും തുപ്പില്ല എന്ന് പറയും. തുപ്പില്ല, ഡയലോഗിന് ഒരു കുറച്ചിടില്ല. അപ്പം ഈ ഇന്നലെയും കൂടെ ഒരാൾ പറഞ്ഞു, ആത്മീയത എന്ന് പറയുന്നത് അടുത്തവർ തന്നെയാണ്, എൻ്റെ ഭാര്യയായാലും മക്കളായാലും എല്ലാവരും. അവരുടെ എന്താ വേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അവരോട് സഹകരിച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാതെ അവർക്ക് വേണ്ടി ഞാൻ ത്യാഗം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ആത്മീയത. ഞാൻ അതല്ല, എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ളത് നിങ്ങളെടുത്തോ. അപ്പൊ അത് ശരിയായ പ്രോഗ്രാം അല്ല.
അതുകൊണ്ട് തന്നെ ഈ വിട്ടുകൊടുക്കൽ, നമ്മളെ ഏറ്റവും വലിയ വിട്ടുകൊടുക്കലാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഈ മദ്യത്തിൽ നിന്ന് മാറി. മദ്യം മാത്രം മാറ്റി നിർത്തിയാൽ പോരാ, ബാക്കിയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ 4-ാം പടിയിലെല്ലാം ഈ നമ്മളെ ആഴ്ന്ന ഗുണം അതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. കാര്യം മദ്യമെല്ലാം അതിനെക്കാട്ടി വലിയ വലിയ കാര്യങ്ങൾ. അതേപോലെ ആ തുറന്ന പറച്ചല്, കൺഫെഷൻ, അത് എന്തിനാന്ന് പറഞ്ഞാൽ വീണ്ടും ആ തെറ്റുകളിലേക്ക് പോവാതിരിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പോവില്ലേ എന്നുള്ളത് അതൊരു വിശ്വാസമാണ്. അത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയാം, ഈ പറയുന്ന കാര്യങ്ങൾ നടക്കാതെ അല്ല, നടക്കുന്ന കൊണ്ട് തന്നെയാണ് ആ അനുഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ ആ ഒരു ജീവിക്കുന്ന എക്സ്പീരിയൻസ് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് വിശ്വസിക്കേണ്ട വരുന്നു എന്നുള്ളത്. അതാ പ്രശ്നം. ഞാനുള്ള പല കാര്യങ്ങളിലും ഇവിടുന്ന് എസ്കേപ്പ് ആയിട്ട് പോകണം, പുറത്തേക്ക് പോയിട്ട് ആൾക്കാരുണ്ടല്ലോ അവിടെ റെഡി ആയിട്ട് നമ്മളെ കിഡ്നി എടുക്കാൻ വേണ്ടി, അതിനു വേണ്ടി റെഡിയായ ആളാണ് ഞാൻ. അപ്പം ഇവിടെ വിട്ടില്ല എന്നല്ല, അത് ലവ് ആൻഡ് ടോളറൻസ്. അവര് നമ്മളെ സ്നേഹിച്ചിട്ട് ആ ഒരു ബന്ധിച്ചിട്ട് ഇവിടെ ഈ കൂട്ടായ്മയിൽ നിന്നുള്ളത്. അല്ല, ഇത് എന്റെ മഹിമയും എന്റെ കഴിവൊന്നും അല്ല. അതല്ല ഇന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞ 3-ാം പടിയുടെ ആ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അയാളല്ലേ എല്ലാം ചെയ്യുന്നത്, പിന്നെ അങ്ങോട്ട് ചെയ്തോട്ടെ. പിന്നെ തന്നെ ഞാൻ ഈ ഇടയിൽ കയറുന്നത് ഇന്നലത്തെ മറ്റേ ഇതിലിട്ട പോലെ, ഒരു വലിയ ശക്തിനെ നീ കണ്ടറിയണമെങ്കിൽ ആദ്യം നീ നിന്നെ ഉപേക്ഷിക്കുന്നതാണ്. എന്ത് കൺഫ്യൂഷനാ ഇവർ ചെയ്യുന്നത്. ഞാൻ എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഞാൻ എന്നെ വലിയ ശക്തിയെ കാണാൻ പറ്റും? ഇതെല്ലാം വലിയ വലിയ ആൾക്കാർ, അതായത് രമണ മഹർഷി അടക്കം വലിയ വലിയ ആൾക്കാർ. അതായത് എനിക്ക് ഏലിട്ട് തന്ന ഒരു വലിയൊരു ചോദ്യം, ഒരു പ്രാക്ടിക്കൽ ഹൂ ആം ഐ, ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ വേണ്ടി വേറൊരാൾ പറഞ്ഞു ഹൂ ആം ഐ. ആ പഠിച്ചോനെ, ഇതെല്ലാം നമുക്ക് പറ്റുന്ന കാര്യമാണ്. ഹൂ ആം ഐ? ഐ ആം എൻ ആൽക്കഹോളിക്. അടുത്തതും ആൻസർ, വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൻ ആൽക്കഹോളിക്. ഇത് റിപ്പീറ്റഡ്ലി പറയുന്നത് ഇപ്പോഴാണ് ഈ പൊട്ടനായ എനിക്ക് ഇതും കൂടെ കുറച്ചും കൂടി സ്പഷ്ടമായിട്ട്. അതുകൊണ്ട് തന്നെ പറയും 34 കൊല്ലം 40 കൊല്ലം അവരെന്തിനാ ഈ മീറ്റിംഗിൽ വന്നിരിക്കുന്നത്? അവർ വന്നു കഴിഞ്ഞാൽ ചില ഫോറിൻ കൺട്രീസിലെല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ട്, അതായത് അതിന് ചില കാരണങ്ങളുണ്ട്. അതെല്ലാം എൻ്റെ സീനിയർ എന്നോട് പറഞ്ഞു തന്നത്. 5 വർഷം 10 വർഷം അല്ലെങ്കിൽ 1 വർഷത്തിന് താഴെ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളായിട്ട് മീറ്റിംഗ് നടക്കും. കാരണം അവരുടേതായ ആ ഒരു ലെവലില്. അതുകൊണ്ട് എല്ലാവരും ഈക്വലാണ്. ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാറ്റഗറൈസ് ചെയ്യാൻ. അല്ലാണ്ട് 10 കൊല്ലം കഴിഞ്ഞ് ഇങ്ങോട്ട് വരും മറ്റേ അങ്ങനെ ഒന്നല്ല. ആ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിനു വേണ്ടി. അപ്പം ഈ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇമ്പ്രൂവ്മെന്റ് എത്രത്തോളം ഉണ്ടാകണം എന്നുള്ളത് ഞാൻ തന്നെ ഫിക്സ് ചെയ്യും. എനിക്ക് പെട്ടെന്ന് കിട്ടണം. അത് എന്നെ ഒരു കോവളം കൺവെൻഷന് പോയപ്പോൾ എന്നോട് എൻ്റെ സീനിയർ സ്പോൺസർ എടുക്കാനും അടികൾ ചെയ്യാനും പറഞ്ഞു മടുത്തു. ഇനിയിപ്പോ ഇനി എന്താ ചെയ്യവന്? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന ഒരു വാക്കുണ്ട്, തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കുക. വേറെ ഇതൊന്നും വലിയ ആൾക്കാരെ നിർബന്ധിച്ച് മോനെ തേനെ പാല് നീ വന്ന് പടികൾ ചെയ്യടാ, ഞാൻ വേണേ പൈസ കേട്ടാ, ഞാൻ വേണമെങ്കിൽ എനിക്ക് AC റൂം ഇട്ട് തരാമെന്നൊന്നും ആരും പറയില്ല. ഞങ്ങൾക്ക് കിട്ടിയ സുബോധം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞങ്ങൾ ചെയ്തതിൽ പകുതിയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളത് ഉറച്ച ശബ്ദത്തിൽ പറയുന്നുണ്ട്. അപ്പം കൺവെൻഷന് പോയാലും ഈ ചുറ്റിത്തിരിയലാണ്. ഓളം കൺവെൻഷന് പോയിട്ട് ബീച്ചിലെല്ലാം പോയപ്പോ മതാമ്മമാര് മരുന്ന് കടന്ന് വീരടിക്കുന്നത് കാണുന്നു. എന്റെ പഠിച്ചോനെ, ഇതെല്ലാം വിട്ടിട്ടാണല്ലോ ഞാൻ വന്നതെന്നുള്ള സങ്കടപ്പെട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള അതായത് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു സുഹൃത്ത് കുടിക്കുന്നുണ്ട്, ഫോറിനിൽ പോയി, അവൻ കുറെ സമ്പാദിച്ചു. അപ്പൊ എന്താ വിചാരിക്കുന്നത് അറിയോ? എനിക്കും സോറി എനിക്കും പഠിച്ച ആ സമയത്ത് ഈ 12-ാം ക്ലാസ്സെല്ലാം പഠിച്ച് ഈ കുടീന്റെ ഏകദേശം ലക്ഷണം എല്ലാം തുടങ്ങിയപ്പോ എല്ലാരും ചെയ്യുന്ന പരിപാടിയാണ് വേഗം പാസ്പോർട്ട് എടുത്ത് ബോംബെ പോയിട്ട് അവിടെ നേരെ ഫോറിനിലേക്ക് വിട്ട. എൻ്റെ ഒരു ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് എന്നെ ബോംബെയിലേക്ക് അയച്ചു. ബോംബെയിൽ നിന്ന് തിരിച്ച് വീണ്ടും തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരു ജോലി കിട്ടിയതാണ്. ഈ ദുബായിലും മറ്റേടത്തുള്ള കഷ്ടപ്പെടുന്നവര്
കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി നാട്ടിൽ അയച്ചിട്ട് അവർ വീട് ഉണ്ടാക്കുന്നു, പെങ്ങളെ കെട്ടിരിക്കുന്നു, ഇതാക്കുന്നു. എനിക്ക് എന്താ പറയാ, ഒരു എലിജിബിലിറ്റി ഇല്ലാത്ത എനിക്ക് ഭാഗ്യത്തിന് ഒരു ജോലി കിട്ടി നാട്ടിൽ ചെന്ന്. എനിക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിൽ വരാം, എനിക്ക് എപ്പോ വേണമെങ്കിലും എന്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടില് എൻ്റെതായ നല്ലൊരു ശമ്പളമുള്ള ഒരു ജോലി. ഈ കിട്ടിയ ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ച് അവരുടെ തല പുകയുന്നു, അല്ലെങ്കിൽ വയറെരിയുന്നു, സ്റ്റൊമക് ഫയറാകുന്ന പറയുന്നത്. കാരണം ഒരു സ്പോർട്സിന്റെ ഇതിൽ തന്നെയാണ് എനിക്കെല്ലാം ജോലി കിട്ടിയത്. സ്റ്റേറ്റ് റെപ്രസെന്റ് എല്ലാം ജോലിയില്ല. ഞാൻ ഡിസ്ട്രിക്ട് പോലും റെപ്രസെന്റ് ചെയ്യായിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. നല്ല ലക്ക. അതാ പറയാ, ആൽക്കഹോളിക്ക് ആ ഇത് പോകുന്നുണ്ട് തന്നെ, അതേപോലെ തന്നെ അവന് നല്ലതും ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്ത നല്ലതെല്ലാം വെച്ച് സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ അത് നന്നായി ഉപയോഗിക്കാൻ അറിയാത്ത പൊട്ടനായിരുന്നില്ല. അതായിരുന്നു എന്റെ പ്രോബ്ലം. എന്റെ അച്ഛന്റെ അനിയന്റെ മക്കളുണ്ട് രണ്ടുപേരും, ഗൾഫല്ല. അവര് പറയും, അവര് തനിയെ വീടെല്ലാം എടുത്തിട്ട് എല്ലാവരും സൂപ്പറായിട്ട് അവര് പറയും, നിങ്ങൾക്ക് കിട്ടിയ ജോലി ആനക്ക് ആനന്റെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ഇതായിട്ട് പറയല്ല. എനിക്ക് കിട്ടിയ ജോലി അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു 10 തലമുറക്ക് കഴിയാനുള്ള ഇത് പൈസ അവർ സമ്പാദിച്ചത്. എനിക്കിവിടെ വരുമ്പോ ഒരു ബോണസും മറ്റേതും വരുന്നതിനെക്കാട്ടി മുമ്പ് ഞാൻ കടക്കാരനോട് നേരത്തെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ കളൂച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന് പൈസ സമ്പാദ്യം ഉണ്ടാകും. അപ്പം അതൊന്നും ഇന്ന് അതുപോലെ ആരെ തെറ്റുമല്ല, എന്റെ മാത്രം ആ ഒരു തെറ്റ് ഞാൻ ഇന്ന് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്. അതും ഇന്ന് മാറി, അതെല്ലാം പോയത് പോട്ടെ. ഇനിയുള്ള കാലങ്ങളെങ്കിലും അവരെ വിഷമിപ്പിക്കാതെ നല്ല രീതിയിൽ, അതായത് ഈ പരിഹാരം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നിന്റെ അടുത്ത് ഒരു 10,000 വാങ്ങി, ഇതാ 15,000 ആയിട്ട് വെച്ചോ എന്ന് പറയുന്നത് മാത്രമല്ല പരിഹാരം. ഈ ബിഹേവിയറിലുള്ള മാറ്റം. അതായത് ഞാൻ പറയും പലപ്പോഴും, എൻ്റെ ഭാര്യയെല്ലാം ഒരു സജഷൻ അല്ലെങ്കിൽ എന്തെന്ന് പറയുമ്പോൾ ഒരു ചെപ്പുന്ന ഒരു വാർത്ത, എനിക്ക് എന്താ അറിയാം അറിഞ്ഞടുക്ക്. ഇന്ന് അവരിങ്ങോട്ടാ അത് വിടുന്നത്. അടിച്ച ബാണം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതായത് അവര് അനങ്ങാടുന്ന ഒന്നും അറിയില്ലെങ്കിൽ ഒന്നും പറയണ്ട, എല്ലാം ഞങ്ങൾ ചെയ്തു, കണ്ടാൽ മതി, ഇവിടെ വെറുതെ ഒരു കാഴ്ചക്കാരനായിട്ട് നിന്നാ മതി. അപ്പൊ ഏത് പറയുന്ന ചില കാര്യങ്ങളിലും വിഡിത്തരം പോലെ ഭാര്യന്റെ മുമ്പെല്ലാം വിളമ്പിയിട്ട്, ഒരു ആത്മീയതയെ പറ്റി ഒരാൾ പറഞ്ഞത്, അയാളെ മോളെ കല്യാണത്തിന് ഈ പറഞ്ഞ പോലെ തിരുപ്പതിയിൽ വെച്ച് ഇതായിരുന്നു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ദൈവമാണ് നോക്കിയത്, എല്ലാം നന്നായി നടന്നു. ഞാൻ പിറ്റത്തെ ദിവസം എന്റെ ചെറിയ മോളെ കല്യാണം കഴിഞ്ഞില്ല, അവർക്ക് വേണ്ടി ചില ഒരുക്കങ്ങളിലും ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു, എല്ലാം ദൈവം നോക്കിക്കോളും. എന്നോട് എന്റെ ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഏത് പറഞ്ഞ ആത്മീയതയും കൊണ്ട് ഇങ്ങോട്ട് വരരുത്. കാര്യം ഞങ്ങൾ എന്ന് പറയുന്നതിനെക്കാട്ടി ഞാൻ ചെയ്യേണ്ട കാര്യം അവൾക്ക് ഒരു വരനെ നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ അവളെ സജഷനിൽ എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം അന്വേഷിക്കേണ്ട അച്ഛൻ എന്ന് പറയുന്നത് ഞാനാണ്. ഞാനെല്ലാം ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞ ഒരു വിശ്വാസവും പറഞ്ഞിട്ട് ഇവിടെ കെട്ടിപ്പിടിച്ചു. വിശ്വാസവും പ്രാർത്ഥനയും എല്ലാം പ്രാവർത്തികമാക്കേണ്ട ഒരു ആക്ഷൻ പ്രോഗ്രാമാണ് നമുക്ക് തന്നത്. അതിനാണ് 12 പടികൾ എന്ന് പറഞ്ഞാൽ വെറും മദ്യം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രമേ. ആ അര സ്റ്റെപ്പും പിടിച്ചിട്ട് ഞാൻ എത്ര കാലം ഇത് ഓടിക്കുക. ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഇത് വരുമ്പോഴാണ്, അതായത് എന്റെ എല്ലാം മനസ്സിങ്ങനെ അലവായുന്ന മനസ്സാണ്. എന്റെ മനസ്സെന്നല്ല, ആൽക്കഹോളിക്കിന്റെ ചിന്തകളിൽ ഇങ്ങനെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമാനത എല്ലാം പറയുന്നത് എല്ലാവർക്കും അത് തന്നെ. അതിന്റെ മേലെയാണ് ഈ പേപ്പറിന്റെ മേലെ പേപ്പർ പറന്നു പോകാതിരിക്കാൻ പേപ്പർ വെയിറ്റ് വെക്കുന്ന പോലെ, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ വിശ്വാസത്തിന്റെ ഒരു വലിയ ഒരാള് എന്നെ കാട്ടി, അദ്ദേഹമാണ് എനിക്കെല്ലാം ചെയ്തു തരുന്നെന്നുള്ള ആ ഒരു വിശ്വാസം. അപ്പം നന്ദിയോടെ ആ വിശ്വാസത്തിന്റെ പ്രതിരൂപം അദ്ദേഹനെ ഞാൻ സ്മരിക്കുമ്പോൾ എനിക്ക് തെറ്റിലേക്ക് പോകാനുള്ള വഴിയേ ഉണ്ടാകുന്നില്ല. സിമ്പിളായിട്ട് പറയുകയുള്ളൂ, എന്റെ മുമ്പ് പോകുന്ന കൂട്ടർ ഒരു കൈ പിടിച്ച്, എന്റെ പിന്നിൽ വരുന്നവരുടെ ഒരു കൈ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ് എടുക്കാൻ കൈ ഉണ്ടാവില്ല. അതെല്ലാം തന്നെയാണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചു കൊടുക്കുന്ന ആക്ഷൻസ്. അതെല്ലാം അതിന് ഞാൻ മീറ്റിങ്ങിന് പോകേണ്ടതുണ്ട്. മീറ്റിങ്ങിന് പോയാൽ മാത്രം പോരെ, ഇവിടെ പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ശ്രമിച്ച് കിട്ടുമ്പം റിസൾട്ട് നല്ലതോ ചീത്തയോ അത് ഞാൻ വീണ്ടും ഇവിടെ തന്നെ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പറയും, ഇതൊരു റീസൈക്ലിംഗ് മാതിരി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് ഒരു ദിവസത്തെ പ്രോഗ്രാം, 1 at a ടൈം എന്നെല്ലാം പറയുകയാണെങ്കിലും ഇത് ലൈഫ് ലോങ്
ഇന്നലെ നന്നായി പോയി സാർ, ഇന്നലെ ചെയ്തത് തന്നെ കംപ്ലീറ്റ് കണ്ടിന്യൂ ചെയ്തു വന്നു. അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞു സാർ, ഇനി മുതൽ 1 മുതൽ തുടങ്ങി. വെരി സിമ്പിൾ പരിപാടിയാ. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക വേരിലും കായ്ക്കുന്നു പറഞ്ഞ പോലെ, ഈ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വിചാരിക്കണ്ടത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ മൈൻഡ്, ഓണസ്റ്റി, വില്ലിങ്നെസ് പറയുന്നു. അത് ഇല്ലാതെ ഈ ആരോ പറയും, ഞാനെല്ലാം ആദ്യം കാലങ്ങളിൽ പറയുമ്പം, നീ പടികളൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ 3 സ്റ്റെപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പം അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 3 സ്റ്റെപ്പെങ്കിൽ 3 സ്റ്റെപ്പ്. ഈ 3 സ്റ്റെപ്പ് കൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഈസി അല്ലേ സാർ? ദൈവം ഇതുള്ള ആളല്ലേ. ഞാൻ എന്റെ മുമ്പിൽ ഇതാ പടമാക്കി വെച്ചിരിക്കുന്ന അയാളെ. അതുകൊണ്ട് അയാളെ ഞാൻ വിശ്വസിച്ചു, അയാളാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയുന്ന പോലെ ഞാനും പറയും. അങ്ങനെയല്ല, ഏത് പറയും, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്റെ ആ ഒരു ഇതില്, അതായത് എനിക്കത് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാനത് വീണ്ടും ഒന്ന് ഇത് ചെയ്യുന്നുണ്ട്, റീജനറേറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നും കൂടി എന്റെ ബുദ്ധിക്കുള്ള ഇതില് ഞാനത് വായിച്ചോ അല്ലെങ്കിൽ ആരോടെങ്കിലും വീണ്ടും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട്, ബ്ലൈൻഡ് ആയിട്ട് ആര് പറയുന്നു വിശ്വസിച്ചിട്ടൊന്നും പോകാൻ പറഞ്ഞില്ല. ഗോഡ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കാനൊന്നും നിങ്ങളോട് ആരോടും ഇവിടെ നിർബന്ധപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ദൈവം നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഈസി ആയിരിക്കും. അത് തന്നെ നമ്മളെ ബില്ലിനോട് പറഞ്ഞത്, അത് തന്നെ അദ്ദേഹത്തിന് നടന്നത്. ഈ വൈറ്റ് ലൈറ്റ് എക്സ്പീരിയൻസ് എല്ലാം ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷെ അത് നടന്നതാണ് ഇന്ന് എന്ന് പറഞ്ഞ് 91-ാമത്തെ വർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നത് ഇല്ല. ഞാനല്ല എപ്പ ചത്തു എന്നുള്ളത് എന്താ പറയാ, ഞാൻ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് ഒരടയാളം ഉണ്ടാവില്ല അത്രത്തോളം. നമ്മൾ പറയും, നമ്മളിവിടെ ലൈവായിട്ട് ഒരു ജീവനോടെ ഒന്ന് സുബോധവാനായി നിർത്തുന്നതിന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിനെ നേരത്തെ പണിക്കാരനാക്കി വെച്ച ആള് ഇന്ന് ദൈവം എന്നെ ഒരു ജോലിക്ക് വേണ്ടി ഡെപ്യൂട്ട് ചെയ്തിരിക്കുക. ആ ജോലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും കഷ്ടപ്പെടുന്ന ഒരു മധ്യാസക്തനെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് സഹായകരമാകുന്ന എന്തും ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറാകും. അതിൽ ചിലപ്പോൾ എനിക്ക് പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എൻ്റെ ശാരീരിക ഇതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട്, അതെല്ലാം എക്സ്ക്യൂസാണ്. പക്ഷെ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ചായ ഗ്ലാസ് എടുത്തു വെക്കുകയോ, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഹാൾ തുറക്കുകയോ, അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും ലിറ്ററേച്ചർ സർക്കുലേഷൻ കൊടുക്കുകയോ, എന്തെങ്കിലും ഒന്ന് ചെയ്തു തന്നെയാണ്. വെറുതെ കുടി നിർത്തിയിട്ട് ഞാനും നിർത്തിയിട്ട് നിങ്ങൾ പോയിക്കോ, ഞാൻ പിന്നിലുണ്ട്, ഞങ്ങൾക്ക് ഒരു സന്ദർശകനായി വരരുത്, ഒരു ഉപഭോക്താവായി, ഒരു യൂട്ടിലൈസറായിട്ട് വരണം. അങ്ങനെയാണ് ഏത്. അതുകൊണ്ട് തന്നെ ഇതില് ആരോ പറഞ്ഞ പോലെ ഈസി ഒന്നല്ല അത്. ഈ 12 പടികൾ പാലിക്കുക, ഇത് കൂടെ വിശ്വാസം വിപുലീകരിക്കുക, അല്ലെങ്കിൽ അത് എന്റെ മനസ്സിലേക്ക് ശരിയായ ദൃഢമായി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞാൻ ചെയ്യുന്നതല്ല. അതും ആ വലിയ ശക്തി തന്നെ ചെയ്യുന്നത്. അതിന് ടൈം എടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 6 മാസത്തില് എന്താ നടക്കാത്തതെന്ന് ചോദിച്ചാൽ എന്ത് നടക്കാ? നീ ഇന്ന് ചാകുന്നില്ല, ചത്തുപോയിട്ടില്ല, നീ ഇന്ന് 6 മാസമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്, നിന്റെ ഭാര്യ കരയുന്നില്ല, എല്ലാം അതിശയ. ആഴ്ചക്ക് 2 അടിയും ചീത്തയും ബഹളവും ഉണ്ടാകുന്ന വീട്ടില് വന്നതിന് ശേഷം അവര് അലനന്റെ പോകുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ല. ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞപ്പം പിന്നെ അവരെന്റെ ടോക്കൺ പരിപാടിക്ക് വന്നില്ല. കാരണം എന്നെ പുകഴുന്നത് കണ്ടിട്ട് അവർക്ക് തീരെ സഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതാ പറഞ്ഞ എന്റെ ഇമ്പ്രൂവ്മെന്റും അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളിലും ശരിക്കും അറിയുന്ന എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും തന്നെയായിരിക്കും. അപ്പൊ അവരങ്ങനെ അവരുടെ അടുത്ത് ഞാൻ പ്രതീക്ഷിക്കരുതെന്ന് ഇന്നത്തെ എന്റെ യഥാർത്ഥ ഇത് തന്നത്. എന്റെ പ്രതീക്ഷ ഇവരെന്നെ നിനക്ക് വന്ന് കെട്ടിപ്പിടിക്കണം, ഉമ്മ തരണം, എന്നെ ഇതാക്കണം, ഞാൻ പറയുന്ന സൈഡ് ഡിഷ് എല്ലാ ഡിഷസ് ഉണ്ടാക്കണം, ഞാൻ പറയുന്ന എനിക്ക് സെൽഫോൺ അയച്ചു തരണം, അല്ലെങ്കിൽ എനിക്ക് പൈസ അയച്ചു തരണം. ഇങ്ങനത്തെ പ്രതീക്ഷയെല്ലാം വെച്ച് പുലർത്തുമ്പോൾ ഇതൊന്നും ഇതിലേതെങ്കിലും ഒന്നും നടക്കാതിരിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സ് തകർച്ചയിലേക്ക്, അതായത് ഏമാത്രം, അത് പറ്റിയില്ലല്ലോ, എന്നെ എങ്ങനെ ചെയ്തല്ലോ, എനിക്കൊന്ന് ചോദിച്ചിട്ട് അവൾ ചെയ്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ പറഞ്ഞു, ആ പ്രതീക്ഷയൊന്നും വെക്കരുത്. എൻ്റെ ഭാര്യ പറഞ്ഞു, റിട്ടയർ ആയതിനു ശേഷം കുട്ടിയെടുത്ത് 100 കൂടി ഈ സ്വഭാവം വരികയാണെങ്കിൽ ചത്തുകളയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ജീവിക്കാൻ അവര് ഇന്ന്
പഠിച്ചിട്ടുണ്ട്. എനിക്കത് ഇന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. അത് വിശ്വാസക്കുറവ് ഏലുള്ള ഫോൾട്ടൊന്നല്ല, അല്ലെങ്കിൽ എൻ്റെ സ്പോൺസർ ഇല്ലാത്ത കൊണ്ടുള്ളതൊന്നുമല്ല. എൻ്റെ ജനറ്റിക് പ്രോബ്ലം അത്. എനിക്കിങ്ങനെ പെട്ടെന്ന് അത് മാറാൻ പറ്റുന്നില്ല. പക്ഷെ ഞാനിവിടെ ഉണ്ട്. ആ പഴയ ഞാനായിട്ട് ഞാനിവിടെ ഉണ്ട്. എന്നിൽ ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷെ മാറാൻ ഞാൻ തയ്യാറ് നിലയിൽ നിൽക്കാനാണ് പറഞ്ഞത്. ഏ നീ ഒന്നും ചെയ്യണ്ട, നീ കുടി നിർത്താൻ വേണ്ടി നീ എന്താ ചെയ്തത്? ഇവിടെ വന്നിട്ട് 108 രണ്ടാളെടുത്ത് 1000 റുപ്യ 10,000 റുപ്യ കെട്ടി വെച്ച്, അല്ലെങ്കിൽ മറ്റേ സീനുകളൊന്നും കാണുന്നില്ല. ഇങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. ഒരു പ്രാർത്ഥന 1.5 മണിക്കൂർ മറ്റുള്ള പറയുന്ന കേട്ട് ഇരുന്ന് നിന്നെ കൊണ്ട് മദ്യത്തിൽ നിന്ന് ഇത്ര കാലം മാറ്റി നിർത്താൻ പറ്റുമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അത് അതിന്റെ സമയത്ത് അതിന്റെ സമയത്ത് നടക്കുന്നതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. എനിക്ക് വേണ്ട സമയത്ത് ഇവർ തരുന്നില്ല എന്നാണ് കംപ്ലൈന്റ്. ആരാ തരുന്നില്ല? ദൈവം. ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഞാൻ പ്രതീക്ഷിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചോദിക്കുന്നത് എത്തിക്കുന്നില്ല. ഇപ്പൊ എന്നോട് എന്റെ സീനിയർ പറഞ്ഞു, ദൈവം ഭയങ്കര മടിയനാണ്, എല്ലാരെയും നോക്കണ്ടേ, കുറെ പണിയില്ലേ, നിന്നെ മാത്രം നോക്കി നിനക്ക് മാത്രം തരാനല്ല ദൈവാടാ ഇരിക്കുന്നത്. ഈ ദൈവം എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞില്ല, എന്നുള്ളിൽ എന്നെ വഴി നടത്തുന്ന ആ ഒരു വലിയ ശക്തി തന്നെയാണ് ദൈവം എന്ന് പറയുന്നത്. പരമ്പൊരുൾ എന്തോ ഒരു ഇതെല്ലാം പറയുമോ. ആത്മീയ കാര്യങ്ങളിൽ എൻ്റെ ഭാര്യയിൽ എന്നെക്കാട്ടിയും ഭയങ്കര മുമ്പ് ഒരു പ്രോഗ്രാമിൽ പോകുന്നുണ്ട്. ഞാൻ അതല്ലേ പറയുന്നത്, ഞാൻ ഈ വിശ്വസിക്കുന്നത് എല്ലാം എനിക്ക് പറഞ്ഞ, അതിലും ആ ബിഗ് ബുക്ക് അടിസ്ഥാന ഗ്രന്ഥമായ അതിന്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇന്ന് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ആ വിശ്വാസം ഊർജിതമായതുകൊണ്ട് എന്താ പറയാ, 3 കാര്യമേ പറയുന്നു. ട്രസ്റ്റ് ഗോഡ്, ക്ലീൻ ഔട്ട്, ക്യാരി ദ മെസ്സേജ്. ഇതാണ് അൾട്ടിമേറ്റ്. ഇതിന് ഞാൻ ഇത് ചെയ്യേണ്ടത്, ഈ വിശ്വാസമുണ്ട് ഹരേ രാമ ഹരേ കൃഷ്ണ മറ്റേത്, അല്ലെങ്കിൽ അല്ല ഈശോ എന്ന് മറ്റേ പാട്ട് പാടുന്ന അങ്ങനെ കാണിക്കുന്ന വിശ്വാസമൊന്നുമല്ല. അതിൽ നേരത്തെ പറഞ്ഞ ഈ വിശ്വാസത്തിന് ഇതിനെല്ലാം എന്നോട് പറഞ്ഞു തന്ന ചില ടെക്നിക്സ് അല്ലെങ്കിൽ മന്ത്രങ്ങൾ എന്താന്ന് പറഞ്ഞ് ഉള്ളിൽ തന്നെ ഉരുവിടാനാ പറഞ്ഞത്. എന്ത്? വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ്. അരെ കേട്ടാൽ കേക്കണ്ടടാ, നീ എന്നെ പറഞ്ഞോ, വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൻ ആൽക്കഹോളിക്. ആ ഒരു ഇത് നിന്നെ മദ്യത്തിലേക്ക് കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ. ഈ വിശ്വാസം എന്ന് ഈ പറഞ്ഞ പോലെ ഒരു ഹയർ പവറിന്റെ ഒരു ഇതോടെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് തെറ്റുകൾ ചെയ്യുമ്പം ആ ഹയർ പവർ ഡിസ്റ്റർബ് ചെയ്യുന്നു. എന്തിന്റെ ആവശ്യത്തിന്? ഇത് ചെയ്തിട്ട് എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത്? എനിക്ക് കിട്ടിയെന്ന് തന്നെ വെച്ചോ, അതെ നേടിക്കുന്നതാണോ? അതുകൊണ്ട് വേറെ ആൾക്കാർ ഡിസ്റ്റർബ് ആവുന്നു. ഇന്ന് ഇതെല്ലാം ചിന്തിക്കാനുള്ള ഒരവസരം. അതാ പറയാം, മനസ്സാക്ഷിക്കിടയിലുള്ള അതാണ് ദൈവം. അവർ ചിന്തിക്കുന്ന സമയം. നേരത്തെ ചിന്തയൊന്നുമില്ല, ചെയ്തിട്ട് പിന്നെ തിങ്ക് ചെയ്യില്ല, ഫീൽ ചെയ്യുന്നു പറഞ്ഞ കഥയാണ്. എന്തൊക്കെ പൊട്ടത്തര ചെയ്യുന്നെല്ലാം വെട്ടിത്തരല്ലേ, പൊട്ടത്തര ചെറ്റത്തരായിരുന്നു. അത് ചെയ്തിട്ട് എന്തായിരുന്നു, നടക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ആ പൈസ എന്റെ മോളെ ഫീസ് കേട്ട. എന്നാ പിന്നെ അങ്ങനെയെങ്കിലും ചിന്തിക്കാതിരിക്കണം. പലരെയും ഞാൻ കാണും, ചിലരെല്ലാം ചെയ്ത് ചിരിച്ചിട്ട് പറയും, ഞാനത് ചെയ്തു, ഇപ്പൊ എന്താ, എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച പൈസ കൊണ്ട് ഞാൻ ചെയ്തു, എന്താ ഈ സെൽഫ് പിറ്റി, മനസാക്ഷി കുത്തും, മറ്റു സ്വയപശ്ചാത്താപം, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഈ എന്നെ പോലത്തെ ആൽക്കഹോളിക്കിന് ചെയ്യേണ്ടാത്ത ചെയ്യുകയും ചെയ്യും, ചെയ്തിട്ട് പിന്നെ തല പിടിച്ചിട്ട് സ്പോൺസറോട് ചോദിച്ചാൽ മതിയായിരുന്നു. ഓൾ യുവർ സ്പോൺസർ ബിഫോർ, നോട്ട് ആഫ്റ്റർ എന്ന് പറയും. ഈ നോട്ട് ആഫ്റ്റർ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും അത് ആപ്ലിക്കബിൾ ആണ്. മദ്യം വാങ്ങി വെച്ച് ഞാൻ കുടിക്കാൻ പോകുമ്പോൾ മാത്രമൊന്നുമല്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അതിനെന്താന്ന് പറഞ്ഞാൽ ഈഗോ, അല്ലെങ്കിൽ എന്റെ സ്മാർട്ട്നെസ് എന്നെ തടുക്കുന്നു. ഇയാൾക്ക് ഇതെന്താ അറിയില്ല, ഇയാൾ പരിപാടിക്കൊന്നും ലായിക്കേ ഇല്ലാതാണ്. ഞാൻ ഭയങ്കര സ്മാർട്ടാണ്, ഞാൻ ചെയ്യുന്ന പൂച്ച പാല് കുടിക്കുന്ന പോലെ അങ്ങനെ കുടിച്ചിട്ട് ആരും അറിയുന്നില്ല. ഇല്ല, എല്ലാം അറിയുന്ന ഒരു വലിയ ശക്തി നമ്മളെ വഴി നടത്തുന്നുണ്ട്. ആ വഴി നടത്തുമ്പോൾ ഞാൻ അതിന് അടങ്ങി പോകേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. എല്ലാവിധ സഹായവും എനിക്ക് കിട്ടണമെന്ന് നിങ്ങളോടും പ്രാർത്ഥിച്ചിട്ട്
നിർത്തുന്നു. താങ്ക് യു രാമട്ട, സമയമായി.